തലസ്ഥാനത്തെത്തുന്ന കാർഷിക കൗതുകമുള്ള സഞ്ചാരികളെ ഇതാ തിരുവനന്തപുരം നഗരസഭ ഡ്രെയിനേജ് സംവിധാനത്തെ പ്രകൃതി സൗഹൃദമാക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരിക്കുന്നു. തികഞ്ഞ ജലലഭ്യതയും വളമാക്കി മാറ്റിയ മാലിന്യവും കൊണ്ട് ഒരു ഹരിത വിപ്ലവം, ഒരുപക്ഷെ മറ്റൊരു നമ്പർ 1 കേരള മാതൃക. അങ്ങനെയൊക്കെ തോന്നാം, പക്ഷേ അങ്ങനെയല്ല. തലസ്ഥാന നഗരത്തിന്റെ മാലിന്യ സംസ്കരണ ശ്രേണിയുടെ ജീവനാടി ആമയിഴഞ്ചാൻ തോടിന്റെ മുട്ടത്തറയിലെ കാഴ്ചകളാണത്. മാനം ഇരുണ്ടാൽ എന്തുകൊണ്ട് വീട്ടിൽ വെള്ളം കയറുന്നു എന്ന തലസ്ഥാന നിവാസികളുടെ ആശങ്കയുടെ മറുപടിയാണ് കണ്ട കാഴ്ച. എന്തു ചെയ്യുകയാണ് നഗരസഭ? കുഴിയെടുത്തത് തലസ്ഥാനത്തെ ഇട്ടുമൂടാനോ? വെള്ളക്കെട്ട് തിരുവനന്തപുരത്തിന്റെ തലവിധിയോ? ഓവർ സ്മാർട്ടായോ തലസ്ഥാന നഗരി? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം എന്ന വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. അതിഥികൾ ചേരും നമ്മളോടൊപ്പം. തിരുവനന്തപുരം നഗരസഭയിലെ ഇടത് കൗൺസിലർ ശ്രീ അംശു വാമദേവൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ, BJPയിൽ നിന്ന് യുവരാജ് ഗോകുൽ. കഴിഞ്ഞ 2-3 മഴക്കാലമായി തലസ്ഥാന നഗരി വലിയ തോതിൽ അനുഭവിക്കുന്ന പ്രശ്നമാണ് വെള്ളക്കെട്ടിൻ്റേത്. അത് കഴിഞ്ഞ മഴ പെയ്തപ്പോൾ ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലേക്ക് എത്തി. എന്താണ് തലസ്ഥാന നഗരിയെ നാളെ കാത്തിരിക്കുന്നത് എന്നതും അറിയില്ല. ന്യൂനമർദ്ദം വന്നേക്കും, അത് ചുഴലിക്കാറ്റാകാനുള്ള സാധ്യതയുണ്ട്. നല്ല മഴ കാത്തിരിക്കുന്ന കാലത്താണ് ഈ സാമ്പിൾ വെടിക്കെട്ടെന്ന് പറയുന്നത് പോലെ ഒരൊറ്റ മഴ പെയ്തപ്പോൾ ഉണ്ടായ വെള്ളക്കെട്ട്. എങ്ങനെ അതിജീവിക്കും ഈ മഴക്കാലത്തെ എന്നുള്ളത് തലസ്ഥാന നഗരിയിലെ ജനങ്ങളുടെ വലിയ ആകുലതയാണ്, അവരുടെ വലിയ ആശങ്കയാണ്. അതിന് പരിഹാരം കാണേണ്ടതുണ്ട്. വൈകിയിട്ടില്ല എന്നുള്ളത് പറഞ്ഞു വെക്കുന്നു. മാത്രമല്ല, അതിനിടയിലാണ് ഈ സ്മാർട്ട് സിറ്റി പണികളുമായി ബന്ധപ്പെട്ട് വലിയ കുഴികളുണ്ട്, അതിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നുണ്ട്. റോഡിൽ പോകുന്ന വഴിക്ക് എവിടെയാണ് കുഴി, എവിടെ ചവിട്ടിയാൽ താഴേക്ക് പോകും എന്നതടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. ചിലയിടത്ത് കുത്തി നിർത്തിയ കമ്പികളുണ്ട്. ഇങ്ങനെ പല അപകട കെണികൾ കാത്തിരിക്കുന്ന റോഡുകൾ വലിയ പ്രശ്നമായി നിലനിൽക്കുകയും ചെയ്യുന്നു. ആ സാഹചര്യത്തിലും പശ്ചാത്തലത്തിലുമൊക്കെയാണ് ഈ വിഷയം നമ്മളിന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. ശ്രീ അംശു വാമദേവൻ, കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നമ്മൾ മേയർ ആര്യ രാജേന്ദ്രനെ ഈ കുഴികൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, തലസ്ഥാനത്തെ നഗരത്തിലെ ബൈറോഡുകളെല്ലാം ഏകദേശം ഒരേ സമയത്ത് പൊളിക്കുന്നു, അത് വലിയ യാത്രാ പ്രശ്നം ഉണ്ടാക്കുന്നു, ഇതൊക്കെ എന്ന് പരിഹരിക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മേയർ പറയുന്നത് മാർച്ച് 24 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ആണ്. നമുക്കറിയാം, സർക്കാർ കാര്യം മുറ പോലെയാണ്, ചട്ടപ്പടിക്കാണത്. മാർച്ച് 24 എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും മാർച്ച് ഉണ്ടല്ലോ എന്നാണ് സാധാരണഗതിയിൽ സാധാരണക്കാർ തിരിച്ചു ചോദിക്കാറ്. പക്ഷേ എന്നാലും ഒരു പ്രതീക്ഷയാണ്. ഒരു മേയർ ഉത്തരവാദിത്വത്തോടെ പറയുന്ന ഡേറ്റ് ആണല്ലോ. 56 ദിവസം കഴിഞ്ഞിരിക്കുന്നു ഈ പറയുന്ന മാർച്ച് 24 പിന്നിട്ടിട്ട്. എന്തുകൊണ്ട് വൈകുന്നു? ഇതിനെ സംബന്ധിച്ച് മേയറാന്ന് കൃത്യമായി പറഞ്ഞാണ്. നമ്മൾ ആ വർക്ക് വളരെ വേഗത്തിൽ നടക്കുന്നതിന് വേണ്ടിയിട്ട് സ്മാർട്ട് സിറ്റിയുടെ വർക്ക് പ്രത്യേകിച്ച് അവരുമായിട്ടുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള നിരവധിയായിട്ടുള്ള യോഗങ്ങൾ മന്ത്രിയുടെ നേതൃത്വത്തിലും മേയറുടെ നേതൃത്വത്തിലും വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലും കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് നമ്മൾ യോഗം കൂടുകയും അതിൻ്റെ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി നല്ല നിലയിൽ ആ വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സ്വാഭാവികമായും മാധ്യമങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഉണ്ടായിട്ടുള്ള പോരായ്മകൾ ഉണ്ടായിരുന്നതിനൊക്കെ പരിഹരിക്കാനും അത് വർക്ക് വേഗത്തിലാക്കാനും അത് കോൺട്രാക്ട് എടുത്തിരുന്ന ആളുകൾ അവരെ കരിമ്പട്ടികയിൽപ്പെടുത്തി ആ വർക്ക് ചെയ്യാത്ത ആളുകളെ മാറ്റി നിർത്തുന്ന സമീപനം ഉണ്ടാക്കുകയും പുതിയ കരാറുകാരെ ഏൽപ്പിക്കുകയും വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ ആ വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വർക്കുകൾ ഇനിയും ബാക്കിയുണ്ടെന്നുള്ള കാര്യത്തിൽ വസ്തുത തന്നെയാണ്. അത് വളരെ വേഗം നമുക്ക് പൂർത്തീകരിക്കാനും കഴിയും. പക്ഷേ ഈ പറഞ്ഞതുപോലെ വാക്ക് പാലിക്കാതിരിക്കുകയും അല്ലെങ്കിൽ മനഃപൂർവ്വം വർക്ക് നടക്കാതിരിക്കുകയും ചെയ്തൊരു സമീപനം സ്വീകരിച്ചിട്ടില്ല. ആ നിലയിലുള്ള നിരവധിയായിട്ടുള്ള ഇതിൻ്റെ പ്രോസസ്സ് നല്ല നിലയിൽ തന്നെ നഗരസഭയുടെ നേതൃത്വത്തിൽ അത് നമുക്ക് നടത്താൻ കഴിയുന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കിക്കാൻ കഴിയും. ഈ മാർച്ച് 24 അവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞു പോയി, അത് പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റൊരു ഡേറ്റ് നഗരസഭയുടെ മുന്നിലുണ്ടോ? എന്ന് പൂർത്തിയാക്കാൻ കഴിയും എന്നതൊരു ചോദ്യമാണ്. അത് മഴക്കാലം വരികയാണ്, ഇതിനിടയിൽ ഈ പണി നടക്കില്ല എന്ന് അംശുവിനും അറിയാമല്ലോ. തീർച്ചയായിട്ടും. അതിനകത്ത് ഇപ്പോൾ അവരെ വർക്ക് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള യോഗം ബുധനാഴ്ച കൂടുന്നുണ്ട്. അപ്പോൾ ആ യോഗത്തിനകത്ത് കൃത്യമായിട്ടുള്ള ഡേറ്റ് നമുക്ക് ആ യോഗത്തോടുകൂടി നമുക്ക് തീരുമാനിക്കാൻ കഴിയും. നിലവിലുള്ള വർക്കുകളുടെ പ്രോഗ്രസ്സിനെ സംബന്ധിച്ചും നിലവിലുള്ള സ്റ്റാറ്റസിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് മേയർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ലഭ്യമായിട്ടുമുണ്ട്. അതനുസരിച്ചാണ് ബുധനാഴ്ചത്തെ യോഗത്തിനകത്ത് നമുക്കൊരു കട്ട് ഓഫ് ആയിട്ടുള്ള ഡേറ്റ് പറയാൻ കഴിയും. ഓക്കെ, ശരി, അതും അവിടെ നിൽക്കട്ടെ. ഒറ്റ കാര്യം കൂടി ഞാൻ അങ്ങോട്ട് ചോദിച്ചതിന് ശേഷം മറ്റതിഥികളിലേക്ക് പോകാം. ഈ ചർച്ചയുടെ തുടക്കത്തിൽ വളരെ ഹരിതാഭമായ ഒരു കാഴ്ച അങ്ങ് കണ്ടല്ലോ. അത് ആമയിഴഞ്ചാൻ തോട്ടിലെ മുട്ടത്തറയിൽ നിന്ന് ഞങ്ങളുടെ ക്യാമറാമാൻ പകർത്തിയ ദൃശ്യങ്ങളാണ്. ഇതാണോ നമ്മുടെ നഗരസഭയുടെ മഴക്കാല പൂർവ്വ ശുചീകരണം മുന്നോട്ട് പോകുന്നതിൻ്റെ ഉത്തമ മാതൃക? നമ്മൾ എല്ലാവരും കണ്ട കാഴ്ച തന്നെയാണ് അത്. സ്വാഭാവികമായും നമുക്ക് ഖേദകരമായിട്ടുള്ള കാഴ്ച തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. പക്ഷേ ഇതിനകത്ത് നഗരസഭയെ നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നഗരസഭ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിനകത്ത് കുറവുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ തിരുത്താനൊക്കെ നഗരസഭ തയ്യാറാണ്. അത് പ്രതിജ്ഞാബദ്ധവുമാണ്, അത് ബാധ്യസ്ഥരുമാണ്. പക്ഷേ നഗരസഭ ചെയ്ത കാര്യങ്ങളെ കാണാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ് ആ നഗരസഭയുടെ ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ കൂടി എനിക്ക് പറയാനുള്ളത്. ആ നഗരസഭ 100 വാർഡിലെ കൗൺസിലർമാരും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിനാണ് രൂപം കൊടുത്തുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നഗരസഭ ഒരു പ്രത്യേക ആക്ഷൻ പ്ലാൻ അത് രൂപീകരിക്കുകയും അത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വെച്ച് പാസ്സാക്കി അത് കൗൺസിലിൻ്റെ അംഗീകാരം ലഭിച്ച് ആ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്.
അത് ഈ വർഷം മാത്രമല്ല, കഴിഞ്ഞ വർഷവും നമ്മൾ ചെയ്തതാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഇതേ ഫ്ലോറിലിരുന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ സമയത്തും ഒക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെ നഗരസഭയുടെ ഓടകൾ വൃത്തിയാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ജോലി നമ്മൾ എല്ലാ കാലവും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 1458 വർക്കുകൾ, ആ വർക്കുകൾ എങ്ങനെയാണ് വരുന്നത്? ഓരോ കൗൺസിലർമാരും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഓരോ കൗൺസിലർമാരും നൽകുന്ന പ്രധാനപ്പെട്ട അവരുടെ വാർഡുകളിൽ വെള്ളക്കെട്ടുണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് വൃത്തിയാക്കേണ്ട ഓടകളെ സംബന്ധിച്ച് ലിസ്റ്റ് എടുക്കുകയും ആ ലിസ്റ്റ് അനുസരിച്ച് 1458 വർക്കുകൾ ചെയ്യുകയും ചെയ്തു. 60% വർക്കുകൾ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ നോക്കേണ്ടത് 6-ാം തീയതി ആക്ഷൻ പ്ലാൻ അംഗീകരിച്ചതിന് ശേഷം വാമദേവൻ, നല്ല രീതിയിൽ പണികൾ പുരോഗമിക്കുന്നുണ്ട് സ്മാർട്ട് സിറ്റിയുടെ, അങ്ങ് പറഞ്ഞതാണ്. മറ്റൊരു ഡേറ്റ് എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുന്നുണ്ട്. മന്ത്രിയുടെ, മേയറുടെ, നിങ്ങളുടെ കൗൺസിലർമാരുടെയൊക്കെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അങ്ങ് പറഞ്ഞതാണ്. ആമേഴിഞ്ചാൻ തൊട്ടിൽ തെങ്ങു മുളച്ചു നിൽക്കുന്നത് ഖേദകരമാണ്. അങ്ങ് പറഞ്ഞതാണ്. ഇതിൽ ഞാൻ തെങ്ങ് മുളച്ചു നിൽക്കുന്നത് ഖേദകരമൊന്നല്ല ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ അത്തരം കാഴ്ചകൾ അത്തരം കാഴ്ചകൾ എന്ന് പറയുന്നത് തെങ്ങ് മുളച്ചു നിൽക്കുന്ന കാഴ്ചയാണല്ലോ. അതിന് നഗരസഭയാണ് കാരണം എന്ന്. ഒരു നിമിഷം ശ്രീ വാമദേവൻ, ഞാൻ ചോദ്യം ഒന്ന് പൂർത്തീകരിക്കട്ടെ. ഇപ്പോൾ അങ്ങ് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതിന് പരിഹാരം കാണാൻ നഗരസഭ തയ്യാറാണ്, ബാധ്യസ്ഥരാണ്. നഗരസഭയ്ക്കും 100 വാർഡുകളിലെ കൗൺസിലർമാർക്കും ഉത്തരവാദിത്തമുണ്ട്. അതനുസരിച്ചാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഫ്ലോറിലിരുന്ന് ചർച്ച ചെയ്തു. എന്നിട്ട് എന്തു നടപ്പിലായി എന്ന് ചോദിക്കുന്നത് ഈ നാട്ടിലെ നാട്ടുകാരാണ്. നിങ്ങൾക്ക് ആക്ഷൻ പ്ലാൻ ഉണ്ടാകും, നിങ്ങൾക്ക് നല്ല രീതിയിൽ പുരോഗമിക്കുന്നു എന്ന വിലയിരുത്തൽ ഉണ്ടാകും, ഫീഡ്ബാക്ക് ഉണ്ടാകും. പക്ഷേ മഴ പെയ്താൽ വീട്ടിൽ വെള്ളം കയറുന്നവർക്ക് നിങ്ങളൊന്നും ചെയ്തില്ല എന്നുള്ളൊരു തോന്നലുണ്ടാകുമല്ലോ. കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ നോക്കി, കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്ത സമയത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളക്കെടുതി അനുഭവിച്ചൊരു സ്ഥലമാണ് കമലേശ്വരം. ആ കമലേശ്വരം പ്രദേശത്ത് ഈ പ്രാവശ്യം നമുക്ക് നമ്മൾ ചെയ്ത നഗരസഭ ചെയ്ത വർക്കിൻ്റെ ഭാഗമായി തന്നെ ഈ പ്രാവശ്യം നമുക്ക് അവിടെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുള്ള സ്പോട്ടുകൾ നമുക്ക് നോക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്തപ്പോഴും ഞാൻ അന്ന് ഇതേ ഫ്ലോറിൽ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ സാധാരണ നിലയിൽ വെള്ളക്കെട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിലല്ലാതെയാണ് കഴിഞ്ഞ തവണ വെള്ളക്കെട്ടുണ്ടായത്. അപ്പോൾ അത്തരം ചില ഹോട്ട്സ്പോട്ടുകളെ കൃത്യമായി നമുക്ക് മോണിറ്റർ ചെയ്ത് അവിടെ ആദ്യമേ നമുക്ക് വർക്കുകൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വെട്ടുകാട് പ്രദേശത്തെ ബാലനഗർ എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ മഴ, മാനമൊന്ന് ഇരുണ്ടാൽ അപ്പോൾ വെള്ളം നിറയുന്ന സ്ഥലങ്ങളാണ്. അവിടെ നമുക്ക് നമ്മുടെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവിടെ കുറയ്ക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അട്ടക്കുളങ്ങരയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളം ഈ പറയുന്ന കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ഒരു 3-3.5 മണിക്കൂർ നിന്ന മഴയിൽ പോലും ഒരു വെള്ളം കയറുന്ന സമീപനം ഉണ്ടായി. നേരത്തെ അങ്ങനൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അട്ടക്കുളങ്ങരയിൽ അങ്ങനെ വെള്ളം കഴിഞ്ഞ തവണത്തെ വലിയ മഴയിൽ 12 മണിക്കൂർ നിന്ന മഴയിൽ പോലും വെള്ളം കയറാത്ത സ്ഥലങ്ങളിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വെള്ളം കയറി എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ അവിടെ രാമേന്ദ്ര ടെക്സ്റ്റൈൽസിൻ്റെ ഓട് ചേർന്ന് പോകുന്ന കനാലിനകത്ത് അതിൽ ഒരു സ്ലാബ് ഈ മഴയത്ത് തന്നെ ഇടിഞ്ഞ് അതിനകത്ത് വീഴുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിപ്പോൾ നീക്കിയിട്ടുണ്ട്. ഡെപ്യൂട്ടി മേയറുടെ നേതൃത്വത്തിൽ അവിടെ അതിൻ്റെ ക്ലീനിങ് മുഴുവൻ നടത്തുകയും സ്ലാബുകൾ മുഴുവൻ മാറ്റുകയും ആ വെള്ളം പമ്പ് ചെയ്ത് കളയുകയും അതോടൊപ്പം തന്നെ അവിടുത്തെ മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ടായിരുന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകി വന്ന മാലിന്യങ്ങളും ഒക്കെ നീക്കം ചെയ്ത് ആ വെള്ളം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതില്ല എന്ന് പറയുന്നത് ശരിയായുള്ള കാര്യമല്ല. മുൻകൂട്ടി കാണാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ജീവിച്ചു തുടങ്ങിയിട്ടും ഇവിടെ ഈ മഴയുണ്ടായി തുടങ്ങിയിട്ടും കാലങ്ങളേറെ ആയല്ലോ ശ്രീ അംശു. ഈ പറയുന്ന വെള്ളക്കെട്ടൊക്കെ ഉണ്ടാകുന്ന കാലം ഏതാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ ചോദിച്ചതേ ഉള്ളൂ. പിന്നെ കഴിഞ്ഞ തവണ വെള്ളം കയറിയിട്ട് ഇത്തവണ വെള്ളം കയറുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് ഷിഫ്റ്റ് വെച്ച് വെള്ളം കയറുന്ന ഒരു പദ്ധതിയൊന്നുമല്ല നമ്മൾ നടപ്പിലാക്കുന്നത്. എല്ലായിടത്തും ജനങ്ങൾക്ക് ചെയ്ത പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അതെന്ന് കാണാൻ കഴിയണം. നഗരസഭ ചെയ്ത പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അത് ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണെന്ന് ഞാൻ പറഞ്ഞു. അതിലൊരു തർക്കമില്ല. പക്ഷെ ചെയ്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. അത് ചെയ്തു എന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. കഴിഞ്ഞ തവണ വെള്ളം കയറിയ വെള്ളം കയറാത്തവർക്ക് ഇപ്പൊ കയറിയില്ല എന്ന് പറയുന്നത് അത് ഞാനൊരു ക്രെഡിറ്റ് ആയിട്ട് പറഞ്ഞതല്ല. അത് മുൻകൂട്ടി ചെയ്യാൻ കഴിഞ്ഞാണ്. ഞാൻ പറയുന്നത് ആയിക്കോട്ടെ. ഞങ്ങൾ പറയുന്നത് ആ ചെയ്ത പ്രവർത്തനമാണ് പറഞ്ഞത്. ആ കോൺഫറൻസിൽ നിന്നാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങളോട് ഈ പണി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ജനം അധികാരം ഏൽപ്പിച്ചത്. അപ്പൊ ചെയ്തത് ഒരു വലിയ ഔദാര്യമല്ല. ഞാൻ പറയാത്ത കാര്യം എന്റെ നാവിൽ തിരികണ്ട. ഞാനത് ഔദാര്യമായിട്ടല്ല പറഞ്ഞത്. ചെയ്ത കാര്യങ്ങളെ കാണണം. നഗരസഭ ഒന്നും ചെയ്തില്ല എന്നും ഇതൊരു ഹരിതാപമായിട്ടുള്ള നഗരമാണെന്നുകൊണ്ട് ഇൻട്രോ കൊടുത്തല്ലോ. ആ ഇൻട്രോ കൊടുത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചെയ്ത കാര്യങ്ങളെ ചെയ്തെന്ന് നിങ്ങൾ പറയും, ചെയ്യാത്ത കാര്യങ്ങളെ ചെയ്തില്ല നിങ്ങൾ പറയും. ചെയ്ത കാര്യങ്ങൾ ചെയ്തെന്നും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തില്ല എന്ന് നിങ്ങൾ പറയും. ഞങ്ങൾക്ക് തർക്കമില്ല. തിരുത്തേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ്. അത് ഞങ്ങൾക്ക് പ്രശ്നമില്ല. അതിന് ബാധ്യസ്ഥരാണ്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ല എന്ന് പറയുന്നതിനെ മാത്രമേ എനിക്ക് തർക്കമുള്ളൂ.
ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ചെയ്യാതെ പോയ കാര്യങ്ങൾ നിങ്ങളുടെ വീഴ്ചയാണ് ജനങ്ങളുടെ കണ്ണിൽ എന്നേ പറഞ്ഞുള്ളൂ. അല്ലാതെ ഈ പറയുന്ന 365 ദിവസം നിങ്ങൾ ഫയലിന് മുകളിൽ കുത്തിനിൽക്കുകയാണ് എന്നുള്ള വാദമൊന്നും ഇവിടെ ഇല്ല. നിങ്ങൾ ചെയ്ത കാര്യം നിങ്ങളുടെ ഉത്തരവാദിത്തം, ജനമേൽപ്പിച്ച ഉത്തരവാദിത്തം. ചെയ്യാതെ പോയത് നിങ്ങളുടെ വീഴ്ച എന്നുള്ളതാണ് ജനത്തിന് പോയത് എന്ന് പറയുന്നിടത്താണ് എനിക്ക് തർക്കമുള്ളത്. ഒന്നും ചെയ്യാതെ പോയിട്ടില്ല എന്നാണോ? ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞില്ല. ചെയ്യാതെ പോയ ചില കാര്യങ്ങളുണ്ട് എന്നതാണ് ദൃശ്യങ്ങളടക്കം കാണിച്ചത്. അല്ല, ചെയ്യാതെ പോയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കട്ടെ. ചെയ്യാതെ പോയ കാര്യം ചൂണ്ടിക്കാണിക്കണ്ടേ? ചെയ്യാതെ പോയ കാര്യം നിങ്ങൾക്ക് ഈ പുകമറ, നിങ്ങൾക്ക് ഈ പറയുന്ന മാധ്യമ വിചാരണ, നിങ്ങൾക്ക് ഈ പറയുന്ന മാത്രങ്ങളുടെ ഗൂഢാലോചന എന്ന് പറഞ്ഞ കുറെ വാക്കുകൾ ഉണ്ടാക്കി വെച്ചിട്ട് അത് വെച്ച് ക്യാപ്ഷൻ ഉണ്ടാക്കി അതൊക്കെ പറഞ്ഞാൽ പോരാ. അല്ലല്ല, ഇന്ന് തലസ്ഥാനത്ത് അവനവന്റെ കൂടും കുടുക്കയും എടുത്ത് കട്ടിലിന് മുകളിൽ കയറി നിൽക്കുന്ന ജനങ്ങൾ ഇത് കേൾക്കുന്നുണ്ട് എന്നൊരു ധാരണ ഉണ്ടായാൽ മതി. അതൊക്കെ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ചെയ്ത കാര്യങ്ങളെ ചെയ്തു സമ്മതിക്കാൻ ചെയ്ത കാര്യങ്ങൾ ഈ പറയുന്നത് നിങ്ങളുടെ ബജറ്റ് പ്ലാൻ ഞാൻ ഇവിടെ എടുത്ത് വെച്ച് വായിക്കാം. ഇതൊക്കെ നമ്മുടെ നഗരസഭ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതുകൊണ്ട് ഈ പറയുന്ന വെള്ളക്കെട്ടിന്റെ ഒറ്റ കാര്യത്തിൽ അവരോട് ക്ഷമിക്കണം, മോശമല്ലേ, പാവങ്ങളല്ലേ എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പരിഹരിക്കണം എന്നുള്ളത് നിങ്ങളുടെ പക്ഷമല്ല, ജനങ്ങളുടെ പക്ഷമാണ്. ജനങ്ങളുടെ പക്ഷത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇടതുപക്ഷ പ്രവർത്തകരായ ഞങ്ങളുടെ പക്ഷം ജനങ്ങളുടെ പക്ഷം തന്നെയാണ്. ജനങ്ങളുടെ പക്ഷത്താണ് ഞങ്ങൾക്കറിയാം. ജനങ്ങളുടെ പക്ഷത്താണ് ഞങ്ങൾക്കറിയാം. ജനങ്ങൾക്കറിയാം ഞങ്ങൾ ജനപക്ഷത്താണെന്നുള്ളത്, ഞങ്ങൾ ഏത് പക്ഷത്താണെന്നുള്ളത്, ജനങ്ങളുടെ പക്ഷത്താണെന്നുള്ളത്, അവരുടെ ഹൃദയപക്ഷത്താണ് ഞങ്ങളെന്നുള്ളത് ജനങ്ങൾക്കറിയാം. നിങ്ങളുടെ കുറ്റബോധം കൊണ്ടായിരിക്കും. ഒരു കുറ്റബോധമില്ല, ഞങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് ശ്രീ നേമം ഷജീർ, അങ്ങനെ കഴിഞ്ഞ തവണ വെള്ളം കയറിയിട്ട് ഇത്തവണ വെള്ളം കയറിയില്ല, അത് നഗരസഭയുടെ ഗുണമാണ്. അപ്പൊ ഇത്തവണ വെള്ളം കയറിയത് ആരുടെ വീഴ്ചയാണ്? എല്ലാത്തിൻ്റെ വീഴ്ചയുടെ ഉത്തരവാദിത്വം നഗരസഭയ്ക്കാണല്ലോ. ഇത് ആദ്യമായിട്ടല്ലോ, 40 വർഷമായി തിരുവനന്തപുരത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതമാണ്. നിങ്ങൾ എന്ത് ചെയ്താലും ഇതൊന്നും മാറാതെ ആളുകളുടെ നെഞ്ചത്ത് കയറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവരുടെ കാര്യക്ഷമത തന്നെയാണ് പരിശോധിക്കപ്പെടേണ്ടത്. സാങ്കേതികമായി ഇവർ ചെയ്ത കാര്യങ്ങളെ സാങ്കേതികമായി തന്നെ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ മേയർ മാത്രമല്ല, പൊതുമരാമത്ത് വകുപ്പും മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പും എല്ലാം സംയുക്തമായി വലിയ കൂട്ടുത്തരവാദിത്വത്തോടു കൂടി, ഇത് വലിയ ദീർഘവീക്ഷണത്തോടു കൂടി അടിയന്തര സാഹചര്യത്തിൽ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അവിടെ വീഴ്ച വന്നു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇവിടെ നമുക്കറിയാം, മേയർ അടക്കമുള്ള ആളുകൾ നമുക്കൊരു മൾട്ടി ലെവൽ, ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ കാര്യക്ഷമത ആദ്യം ചോദ്യം ചെയ്യണമല്ലോ. ഒരു മൾട്ടി ലെവൽ പാർക്കിംഗ് ഇവിടെ നഗരസഭയ്ക്കകത്ത് കൊണ്ടുവന്നു. അതിൻ്റെ പണി പൂർത്തിയാക്കി ഉദ്ഘാടനം പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതായത് എന്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ പറ്റില്ല? പറയട്ടെ, അതിൻ്റെ ഞാൻ പറയട്ടെ, എന്നാലും അത് വൈകിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് പറഞ്ഞു തീർക്കട്ടെ. അങ്ങനെ അവിടെ ഉദ്ഘാടനം ഞാൻ പറയട്ടെ, അതിനകത്ത് കൊണ്ടുവന്ന ഒരു പദ്ധതിയുടെ അനുമതിക്ക് പോലും വളരെ കാലമെടുത്തു എന്നുള്ള ഏറ്റവും വലിയ വീഴ്ച ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ നഗരസഭയാണ് ഇവിടുത്തെ ഈ കാണുന്ന മുഴുവൻ സ്ഥാപനങ്ങൾക്കും അനുമതി കൊടുക്കുന്നത്, അനുമതി നിഷേധിക്കുന്നത്, എല്ലാത്തിൻ്റെയും പരമാധികാരിയാണ്. സ്വന്തം കോമ്പൗണ്ടിനകത്ത് ഒരു മൾട്ടി ലെവൽ പാർക്കിംഗ് സിസ്റ്റം വന്നപ്പോൾ അതിനകത്തുള്ള അനുമതിക്ക് പോലും കൃത്യസമയത്ത് നേടിയെടുക്കാൻ കഴിയാത്ത ഇവർക്ക് ഇത്രയും വലിയ പദ്ധതി, ഈ വെള്ളക്കെട്ട് പോലുള്ള ഒരു വലിയ വിഷയം വലിയ ദീർഘവീക്ഷണത്തോടു കൂടി എങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുണ്ട്, ഒന്ന് കാറ്റടിച്ചാൽ പൊളിഞ്ഞു പോകുന്ന വർക്കലയിലെ ഫ്ലോട്ടിംഗ് വെച്ച് നമ്മളെല്ലാവരും കണ്ടതാണ്, അതിൻ്റെ ഉപജ്ഞാതാവാണ്. അപ്പോൾ മര്യാദയ്ക്ക് ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലും നിർമ്മിക്കാൻ കഴിയാതെ, പരിപാലിക്കാൻ കഴിയാത്ത ഒരു പൊതുമരാമത്ത്, പറയട്ടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലും മര്യാദയ്ക്ക് പരിപാലിക്കാൻ കഴിയാത്തവർ ഇത്രയും വലിയ പദ്ധതി എങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുമെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, അടിയന്തര പ്രാധാന്യത്തോടുകൂടി ചെയ്യേണ്ടത് ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയല്ലേ? എപ്പോഴാണ് ഇത് തീരേണ്ടത്? നിങ്ങൾ ഇതിന്റെ കാലാവധി, ഇതിന്റെ ഫണ്ട് ലാപ്സ് ആകും എന്നതുകൊണ്ട് ഈ നഗരത്തിലെ മുഴുവൻ റോഡുകളും അടിയന്തരമായി എല്ലാം ഒരുമിച്ച് പൊളിച്ചിട്ട് ജനങ്ങളെ വലിയ ബുദ്ധിമുട്ടിലാക്കിയില്ലേ? അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങളുടെ കാര്യക്ഷമത ഏറ്റവും വളരെ കൃത്യമായി പരിശോധിക്കപ്പെടണം എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇവിടെ നിങ്ങൾ ചെയ്തതൊന്നും ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളല്ല. ഈ നഗരസഭ കുപ്രസിദ്ധിയുടെ പേരിൽ അറിയപ്പെട്ടതാണ്. നമുക്കറിയാം, ഇവിടെ PWD റോഡ് വാടകയ്ക്ക് കൊടുത്ത് സ്വകാര്യ ഹോട്ടലിന് വാടകയ്ക്ക് കൊടുക്കാൻ കാണിച്ച താല്പര്യം, നമുക്കറിയാം ഇല്ലാത്ത വാഹനത്തിൻ്റെ പേരിൽ ഇൻഷുറൻസ് എടുത്ത് തട്ടിപ്പ് കാണിച്ച ജാഗ്രത, ഇതൊന്നും ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഏറ്റവും മിനിമം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനമെങ്കിലും, ഓടകളെങ്കിലും മര്യാദയ്ക്കൊന്ന് ക്ലീൻ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ പ്രാധാന്യം ഇതല്ല. ഇവിടെ KSRTC ജീവനക്കാരനെ വഴിയിൽ തടഞ്ഞു, യാത്രക്കാരെ വഴിയിൽ തടഞ്ഞു, ഡ്രൈവറിനെ തന്തയ്ക്ക് വിളിക്കുന്ന ആ ആർജവമൊന്നും താഴെത്തട്ടിലെ ഉദ്യോഗസ്ഥരോട് കാണിച്ചില്ല. ഞാൻ പറയട്ടെ ആ ആർജവം, ഈ മേയർ കാണിച്ച ആർജവം ഉദ്യോഗസ്ഥരോട് കാണിച്ചെങ്കിൽ ജനങ്ങൾ ഈ വെള്ളത്തിൽ മുങ്ങില്ലായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ ഇമ്പോർട്ടൻസ്, നിങ്ങളുടെ താല്പര്യം നിങ്ങളുടെ അഴിമതി നടത്തുന്നതിലാണ്, അല്ലാതെ ജനക്ഷേമമല്ല, ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം പരിഹരിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, 40 വർഷമായി നിങ്ങൾ
ഇവിടെ ഉണ്ടല്ലോ 40 വർഷമായി നിങ്ങൾക്ക് ഈ വിഷയം പരിഹരിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്നത് 40 വർഷമായി ഈ വെള്ളക്കെട്ട് നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുമോ? സ്മാർട്ട് സിറ്റി പദ്ധതി 1300 കോടി രൂപയുടെ പദ്ധതി നമുക്കറിയാം. എറണാകുളത്ത് പോലും മേയർ സൗമിനി ജയൻ എത്രയോ കാലം മുമ്പ് ഈ സ്മാർട്ട് പദ്ധതി പൂർത്തീകരിച്ചില്ല. നിങ്ങളുടെ ഇവിടെയല്ലേ കാണിക്കേണ്ടത്? ഈ വെള്ളക്കെട്ട് വരാതെ നോക്കേണ്ടതല്ലേ നിങ്ങളുടെ വീക്ക്? അല്ലാതെ യാത്രക്കാരെ വഴിയിൽ തടയുന്നതാണോ നിങ്ങളുടെ വീക്ക്? എന്റെ പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. ഞാൻ ചോദിക്കട്ടെ ഞാനാണ് പറഞ്ഞത് അതിനുശേഷമാണ് അംശു പറഞ്ഞത്. ഒരു മിനിറ്റ്, അദ്ദേഹം ഒരു പരാമർശം നടത്തി, അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഷജീറ പിൻവലിക്കുന്നുണ്ടോ? പിൻവലിക്കാൻ അത് ഡ്രൈവർ പറഞ്ഞതല്ലേ? ഏതു എന്ന് പറയുന്ന ഡ്രൈവർ പറഞ്ഞ മൊഴിയല്ലേ ഞാൻ ഏറ്റു പറഞ്ഞത്, അല്ലാതെ ഞാൻ കൈന്നിട്ട് പറഞ്ഞതാണോ? ശരി, ഇനി പ്രധാനപ്പെട്ട ഞാൻ ചോദിക്കട്ടെ, ഇനി ഈ വെള്ളമെല്ലാം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു, ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അത് ഈ വെള്ളക്കെട്ട് കാരണം ഉണ്ടാകാൻ പോകുന്ന അസുഖങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ. ഇനി ഇതെല്ലാമായി നേരെ ആശുപത്രിയിലേക്ക് പോയാൽ എന്താണ് അവസ്ഥ? നാക്കിന് പകരം പിന്നെ കൈക്ക് ശസ്ത്രക്രിയ നടത്തുന്നു, കൈക്ക് പകരം നാക്കിന് ശസ്ത്രക്രിയ നടത്തുന്നു. അങ്ങനെ ഏറ്റവും ഉത്തരവാദിത്തമില്ലാതെ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു ഭരണമാണ് ഇവിടെ നടക്കുന്നത്. ഇതെല്ലാം കൃത്യമായി നടപ്പിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി മുഖ്യമന്ത്രിയും എവിടെയെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ഇത്രയും വലിയ ദുരിതം ജനങ്ങൾ അനുഭവിക്കുന്നു എന്ന് നേരത്തെ അനുഭവിക്കാൻ പോകുന്നു എന്ന് മുൻകൂട്ടി കാണാൻ പോലും കഴിയാത്ത ഒരു ഭരണകർത്താവ് എന്തിനാണ് പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഒരു തെരഞ്ഞെടുപ്പ് നയിക്കുക മാത്രമല്ലല്ലോ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തം, പൊതുമരാമത്ത് മന്ത്രിയുടെ ഉത്തരവാദിത്തം. ജനങ്ങൾ അടിസ്ഥാനപരമായി നേരിടുന്ന വിഷയങ്ങൾ പോലും പരിഹരിക്കാൻ കഴിയട്ടെ. ശ്രീ യുവരാജ് ഗോകുൽ, ഇപ്പോ ഈ സ്മാർട്ട് സിറ്റി നിർമ്മാണവുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള വിമർശനമുണ്ടായി. എന്തിന്? പാർട്ടിക്കുള്ളിൽ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ അടക്കം ചില വിമർശനങ്ങൾ ഉന്നയിച്ചു, അത് പൊതുവേദിയിൽ ഉന്നയിച്ചു. അതിന് മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി പറഞ്ഞു. പിന്നീട് അത് വലിയ വിവാദമായി. അവസാനം പാർട്ടി ഒത്തുതീർപ്പാക്കി ചില വിമർശനങ്ങളൊക്കെ മുന്നോട്ട് വെക്കുകയും ചെയ്തു. അതങ്ങനെ അവസാനിച്ചു. പക്ഷേ പണി അവസാനിച്ചിട്ടില്ല. മാർച്ച് 24 എന്ന് പറയുന്ന ഒരു ഡേറ്റ് നഗരസഭ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡേറ്റ് പോലും പറയുന്നില്ല. പരമാവധി വേഗത്തിൽ എന്നുള്ളതാണ്. ആക്ഷൻ പ്ലാൻ ഉണ്ട് എന്നുള്ളതാണ്. യോഗങ്ങൾ മുറപ്രകാരം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മറുപടി. ഈ പറയുന്ന മഴ കുത്തിയൊലിച്ച് വരുന്ന സമയത്ത് സ്മാർട്ട് സിറ്റി നിർമ്മാണം എവിടെ ചെന്ന് നിൽക്കും? ജനങ്ങൾക്ക് പോകാൻ ചെളിക്കുളമല്ലാത്തൊരു വഴി വേണ്ടേ നഗരസഭയിൽ? ഇത് ചോദിക്കുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് പുകമറ ഉണ്ടാക്കാനാണ് എന്ന് പറയുന്ന ഒരു മറുപടി മതിയോ തലസ്ഥാനത്തെ നഗരവാസികൾക്ക്? മാധു ഒരല്പസമയം തരണം. ഒന്നാമത്തെ കാര്യം, മാധു ചോദിച്ച ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. വിത്ത് 2024 ഡെഡ് ലൈൻ നിയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. മോസ്റ്റ് ഓഫ് ട്രിവാൻഡ്രം സ്മാർട്ട് സിറ്റി മിഷൻ ഫണ്ട്സ് സെറ്റ് ടു ലാപ്സ്. ഇത് ഡിസംബർ 2023 വാർത്തയാണ്. അതായത് വെറും 4-5 മാസങ്ങൾക്ക് മുമ്പ്. അതായത് സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് ഏതാണ്ട് 2017 തിരുവനന്തപുരത്തിന് അനുവദിച്ച് കിട്ടിയതെന്നാണ് ഞാൻ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. 2023 ഡിസംബർ വരെയും ഇത് വെച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം വളരെ തിരക്കിട്ടുകൊണ്ട് സിറ്റി മുഴുവനും കുഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ, യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ തിരുവനന്തപുരത്തുള്ള ഏതാണ്ട് എല്ലാ മേജർ റോഡുകളും കുഴിച്ച് ഒരു വഴിക്കാക്കി. എന്തെങ്കിലും പ്ലാനിങ്ങോടുകൂടി ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് കൃത്യമായിട്ട് യാത്ര ചെയ്യാനുള്ള ബ്ലോക്കുകളില്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. ഇതാ തെക്കാട് റോഡ്, തമ്പാനൂർ തെക്കാട് റോഡ് കുഴിച്ചിട്ടു. അവിടെ നിന്ന് വെള്ളയമ്പലം വരെ കുഴിച്ചിട്ടു. അട്ടക്കുളങ്ങര മുതൽ നമ്മുടെ കിള്ളിപ്പാലം വരെയുള്ള റോഡ് കുഴിച്ചിട്ടു. ഇതിൻ്റെ ഇടയിൽ പല സബ് റോഡുകൾ അവിടെ ആയിട്ട് കുഴിച്ചിട്ട് വരുന്നുണ്ട്. അങ്ങനെ എവിടെ നോക്കിയിരുന്നാലും ഒരു നഗരത്തിനെ എങ്ങനെ നരകമാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതിൻ്റെ കൃത്യമായ എക്സാമ്പിൾ കാണണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം നഗരത്തിലേക്ക് വന്ന് നോക്കണം. ഈ വെള്ളക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ കുറച്ചു നേരമായിട്ട് വിവിധ മാധ്യമങ്ങളിൽ വന്നത് ഞാൻ വായിക്കുകയായിരുന്നു, ഫേസ്ബുക്കിനകത്തും മറ്റുമൊക്കെ. അതിന്റെ താഴെ ഈ മറ്റ് ജില്ലക്കാർ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്, തിരുവനന്തപുരത്തുകാർക്ക് വലിയ അഹങ്കാരമായിരുന്നല്ലോ, കേരളം മൊത്തം പ്രളയം വന്നപ്പോഴും തിരുവനന്തപുരത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, തിരുവനന്തപുരം മുങ്ങിയില്ല എന്നുള്ള കാര്യം. അഹങ്കാരമൊക്കെ മാറിയോന്ന്? ഈ അഹങ്കാരം കൂടിയാലുള്ളൊരു പ്രശ്നമുണ്ട്. ഈ അഹങ്കാരം കൂടിയ ദൈവം കാണും. ആ അഹങ്കാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരും. അങ്ങനെ തിരുവനന്തപുരത്തുകാരുടെ അഹങ്കാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു മേയറെ തന്നിരിക്കുന്നത്. അത് കാരണമാണ് ഇപ്പൊ തിരുവനന്തപുരത്തുകാർക്ക് വീട്ടിന്റെ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാല് നമ്മുടെ മറ്റേ ഒരു സിനിമയുണ്ടല്ലോ, ബിജു മേനോൻ വീട് മൊത്തം കുഴിച്ചു വെച്ചിട്ട് ദിലീപ് വെളിയിൽ ഇറങ്ങുമ്പോൾ കുഴിക്കാത്ത വീഴുന്ന, അതുപോലെ ഒരു അവസ്ഥയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ അഹങ്കാരം കൂടിയിട്ടാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശ്രീ അംശു വാസുദേവൻ അദ്ദേഹം ഇവിടെ ഇരുന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ തവണ വെള്ളം കയറിയ പ്രദേശങ്ങളിലൊന്നും തന്നെ ഇത്തവണ വെള്ളം കയറിയില്ല. എന്നിട്ട് അദ്ദേഹം അതിനെ എടുത്ത് പറഞ്ഞത് കോസ്റ്റൽ ബെൽറ്റ് ആണ്, വെട്ടുകാട് ശംഖുമുഖം ബെൽറ്റ് ആണ്. ഈ വെട്ടുകാട് ശംഖുമുഖം ബെൽറ്റിലുള്ള തിരുവനന്തപുരത്ത് ശക്തമായ മഴ, ശംഖുമുഖത്തും വലിയതുറയിലും വീടുകളിൽ വെള്ളം കയറി എന്നുള്ളത് ഇന്നത്തെ വാർത്തയാണ് അവിടെ വെള്ളം കയറി എന്നുള്ളത്. ഇപ്പൊ കഴിഞ്ഞ തവണ കയറിയ സ്ഥലത്തൊന്നും വെള്ളം കയറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോട്ടെ, അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ സ്ഥലത്ത് വെള്ളം കയറിയെടുത്തെങ്കിൽ ഇത്തവണ പരിഹരിക്കപ്പെട്ടു എന്ന്. സാറേ, ഞാനൊരു കാര്യം പറയാം.
എൻ്റെ വീടിരിക്കുന്നത് കോട്ടയ്ക്കകത്താണ്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്താണ്. ഞാൻ കഴിഞ്ഞ 7 മാസം മുമ്പ് നടന്ന മഴയിൽ അട്ടക്കുളങ്ങരയിൽ നിന്ന് ആ കിള്ളിപ്പാലത്തേക്കുള്ള റോഡിൽ എൻ്റെ അബദ്ധത്തിനൊന്ന് കയറിപ്പോയതാണ്. ഒരു കുറച്ചു നേരം ഞാൻ നോക്കിയപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിയിൽ, നഗരത്തിൽ തിരക്കില്ലാതെ പോകാൻ പറ്റുന്ന ഒരു വഴി എങ്ങനെ പോയേക്കാം എന്ന് വിചാരിച്ചു പോയി. ആ രാമേന്ദ്ര ടെക്സ്റ്റൈൽസ് കഴിഞ്ഞ് ആ ചാലയിലേക്ക് കയറുന്ന വഴിയുടെ ആ ഭാഗം എത്തിയപ്പോഴേക്കും എൻ്റെ വണ്ടി പൂർണ്ണമായിട്ട് മുങ്ങി. ഞാൻ വീട്ടിൽ പോയിട്ട് ഒരു കുപ്പി ഡെറ്റോൾ ഒഴിച്ച് കുളിച്ചിട്ടാണ് അവസാനം എനിക്ക് സമാധാനം വന്ന. അമ്മാതിരി വൃത്തികേടാണ് ആ വെള്ളത്തിൽ കൂടെ ഒഴുകിക്കൊണ്ടിരുന്നത്. ആ റോഡിൽ ഇപ്പോൾ വെള്ളം ഇല്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ആ റോഡിൽ ഇപ്പോൾ വെള്ളം ഇല്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? കഴിഞ്ഞ തവണ വെള്ളം കയറിയ ഏത് റോഡിൽ വെള്ളം കയറിയില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്? 2 ദിവസം മുമ്പുള്ള ഗൗരീശപട്ട നിവാസികൾ പറയുന്നുണ്ട് അവിടെ മഴക്കാലപൂർവ്വ ശുദ്ധീകരണം നടന്നിട്ടില്ല എന്നുള്ള കാര്യം. എന്നാണ് കൗൺസിലർമാരുടെ അക്കൗണ്ടിൽ സാറേ പൈസ വന്നത് മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് വേണ്ടിയിട്ട്? ഈ മാസം 15-ാം തീയതിയാണ് വന്നത്. 4 ദിവസങ്ങൾക്ക് മുമ്പാണ് പൈസ വന്നിരിക്കുന്നത്. 7-ാം തീയതിയിലുള്ള വാർത്ത നിങ്ങൾക്ക് കാണണോ? വേനൽ മഴ 2 ദിവസത്തിനകത്ത് എത്തും, മൺസൂൺ കൃത്യസമയത്തിൽ എത്തും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 15-ാം തീയതിയാണോ നിങ്ങൾ ഓട ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് പൈസ അക്കൗണ്ടുകളിൽ എത്തിച്ചു കൊടുക്കുന്നത്? നോക്കൂ, എല്ലായിടത്തും മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം വരും, വെള്ളപ്പൊക്കം ഉണ്ടാവും. ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് പലപ്പോഴും ഈ പറയുന്ന പുഴകളാവട്ടെ അല്ലാന്നുണ്ടെങ്കിൽ തടാകങ്ങളാകട്ടെ ഇതൊക്കെ നിറഞ്ഞു കഴിഞ്ഞ് ഒഴുകിയിട്ടാണ് ഉണ്ടാകുന്നത്. പക്ഷെ തിരുവനന്തപുരം നഗരത്തിനകത്ത് പുഴയോ അല്ലാന്നുണ്ടെങ്കിൽ തടാകങ്ങളോ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അത് നിറഞ്ഞു കഴിഞ്ഞ് ഓവർഫ്ലോ ചെയ്തിട്ടോ അല്ല അവിടെ ഈ പറയുന്ന വെള്ളക്കെട്ടുണ്ടാകുന്നത്. ഓടകൾ നിറഞ്ഞിട്ടാണ്. ഈ ഓടകള് കാലങ്ങളായിട്ട് ഈ പറയുന്ന ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷം എന്ന് പറയുന്നത് ഇടവം പകുതിയാവുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ജൂൺ മാസം 1-ാം തീയതി ആ ടൈമിൽ വരുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് ഉണ്ടാവുന്ന കാര്യം. അതിനു മുമ്പ് ഒരു വേനൽ മഴ വരുമെന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാം. വേനൽ മഴ വരുമെന്നുള്ള കാര്യം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വളരെ കൃത്യമായിട്ട് നമുക്ക് അലേർട്ട് തന്നിട്ടുമുണ്ട്. പല നഗരങ്ങളിലും പല ജില്ലകളിലും യെല്ലോ അലേർട്ടും ഓറഞ്ച് അലേർട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ തിരുവനന്തപുരം നഗരത്തിൽ മാത്രമാണ് ഇങ്ങനത്തെ യാതൊരു അലേർട്ടും മുഖവിലേക്ക് എടുക്കാതെ തോന്നിയപടി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓടകൾ വൃത്തിയാക്കിയിട്ടിരുന്നു എന്നുണ്ടെങ്കിൽ, ശുചീകരിച്ചിട്ടിരുന്നു എന്നുണ്ടെങ്കിൽ, വളരെ കാലക്കൂട്ടി തന്നെ ആ പണി ചെയ്ത് വെച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ പറയുന്ന വീടുകളിൽ മാലിന്യം കയറുന്ന സാഹചര്യം ഉണ്ടായില്ലായിരുന്നു. ഈ മഴക്കാലപൂർവ്വ ശുചീകരണം എന്ന് പറയുന്നതിനെ സർക്കാർ ഗൗരവത്തോടെ കണ്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെയും BJP-യുടെയും ആരോപണം. അതിനുള്ള ഫണ്ട് അലോക്കേഷൻ അടക്കം മെയ് മാസം പകുതിയോടുകൂടിയാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് എന്ന് യുവരാജ് പറയുന്നു. നമ്മൾ തമ്മിൽ തർക്കമുണ്ടായിട്ടുണ്ടെങ്കിലും ആമേഴഞ്ചാൻ തോടെന്ന് പറയുന്നത് നഗരത്തെ മുഴുവൻ മാലിന്യത്തെയും വഹിക്കുന്ന ഒരു ചാലാണ്. അതിന്റെ സ്ഥിതി നമ്മൾ കണ്ടതാണ്, അതിൽ നമുക്ക് തർക്കമില്ലല്ലോ. അപ്പോൾ വെള്ളം ചെന്നാലും അത് നിറഞ്ഞു പോവുകയുള്ളൂ, ഒഴുകി പോവുകയില്ല എന്നത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ നഗരം മഴ വന്നാൽ മുങ്ങിക്കോട്ടെ എന്നാണോ? ഒരിക്കലുമല്ല. അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. നമ്മൾ നഗരത്തിലെ കോർപ്പറേഷൻ്റെ നഗരസഭയുടെ കീഴിലുള്ള മുഴുവൻ ഓടകളും വൃത്തിയാക്കുന്നതിനുള്ള തീരുമാനമെടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് ആ കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ നമ്മൾ പട്ടം തോട് മുതൽ ആമയിഴഞ്ചാൻ തോട് വരെ, ഇപ്പോൾ പട്ടം തോട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 9 കോടി രൂപ മുടക്കിയാണ് അതിനകത്തുള്ള ഡെൽറ്റ മുഴുവൻ നീക്കിയിട്ടുള്ളത്. മുഴുവൻ ഡെൽറ്റയും നീക്കിയിട്ടുള്ളത്. അതിനുശേഷം വിവിധ ഇത്തരം ചെറിയ ചെറിയ ഓടകൾ, ഇപ്പോൾ ഉള്ളൂർ തോട്, ആ ഉള്ളൂർ തോടിലെ ഡെൽറ്റ നീക്കി അവിടുത്തെ 2 കരങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറിയ 2 സ്ഥലങ്ങളിലെയും പാർശ്വഭിത്തികൾ മുഴുവൻ കിട്ടി ആ വർക്ക് പുരോഗമിക്കുകയാണ്. എനിക്ക് തോന്നുന്ന ഒരു ഏതാനും ദിവസങ്ങൾക്കകത്ത് ആ വർക്ക് പൂർത്തിയാക്കാൻ കഴിയും. അത് അഡ്വക്കേറ്റ് VK പ്രശാന്ത് MLA മണ്ഡലത്തിൽ വരുന്ന ഭാഗമാണ്. അപ്പോൾ ഇത്തരത്തിൽ നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലെയും ഡെൽറ്റ മാറ്റുന്ന പ്രവർത്തനം നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം കൂടാതെ വിവിധ ഇടറോഡുകളിൽ നിന്നും അല്ലെങ്കിൽ ഇടച്ചാലുകളിൽ നിന്നും വരുന്ന ഈ പറയുന്ന മുഴുവൻ മാലിന്യങ്ങളും വന്നു ചേരുന്നത് ഈ ആമയിഴഞ്ചാൻ തോട്ടിലേക്കാണ്. ആ മാലിന്യത്തെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത് മാധു ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ വന്നു കൂടുന്ന മാലിന്യം, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ അത് മാറ്റുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് കഴിഞ്ഞ തവണ നമുക്ക് മനസ്സിലായി. സ്വാഭാവികമായിട്ട് നമ്മൾ വിവിധ ഇടങ്ങളിൽ പ്ലാസ്റ്റിക് ഫിഷർ എന്ന് പറയുന്നൊരു സംവിധാനം അതൊരു NGOയുടെ സഹായത്തോടു കൂടി നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇത് നമ്മൾ എത്രത്തോളം നടപ്പിലാക്കുന്നതോ അതിനനുസരിച്ച് നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ ടണ്ണ് കണക്കിന് പ്ലാസ്റ്റിക് നമുക്ക് കഴിഞ്ഞ 3 മാസത്തിന് മുമ്പ് നമ്മൾ നഗരസഭയുടെ നേതൃത്വത്തിൽ നമ്മൾ ആമയിഴഞ്ചാൻ തോട്ടിൽ നിന്ന് തന്നെ നമ്മൾ നീക്കം ചെയ്തതാണ്. വീണ്ടും ഈ നമ്മൾ ചെറിയ ഓടകളിൽ ഇടുന്ന മാലിന്യം പോലും നേരെ ഒഴുകി വീണ്ടും ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് വരുന്നു എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിനകത്ത് ഞാൻ പറഞ്ഞോട്ടെ, പ്ലാസ്റ്റിക് ഇഷ്യൂ ഉണ്ടായ സമയത്ത് നമ്മൾ വലിയ തോതിൽ വീടുകളിൽ നിന്ന് ഇത് കളക്ട്, ഞാനൊന്ന് ചോദിക്കട്ടെ, അതായത് കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പദ്ധതി ആവിഷ്കരിച്ചു. നമുക്ക് ഒരു ലോൺ കിട്ടണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യത്തിന്റെ റെസിപ്റ്റ് അടക്കം വെക്കണം, അല്ലേ?
ഇത് കൃത്യമായി എൻഫോഴ്സ് ചെയ്യാൻ പറ്റാതെ പോകുന്നത് പറ്റേണ്ടത് ആരുടെ അല്ല, ഞാൻ അതായത് ഞാൻ പറഞ്ഞത് ഉത്തരവാദിത്വം ഇപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ നേരത്തെ ഒരു വീടുകളിലും കൊടുത്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ആളുകളെ ബോധവൽക്കരിച്ച് നമുക്ക് ഇതിപ്പോൾ ഹരിതകർമ്മ സേനയുടെ ഭാഗമാക്കി അവരെ സഹകരിപ്പിക്കാൻ കഴിഞ്ഞു. 90% പേരും നഗരസഭയുടെ അതിൻ്റെ ഭാഗമായി. നമ്മളത് എൻഫോഴ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചില നഗരസഭയിലെ സേവനങ്ങൾ ലഭ്യമാകുന്നതിന് ഈ കാര്യങ്ങൾ ഇപ്പോൾ ലൈസൻസ് എടുക്കുന്നതിന് ടാക്സ് അടയ്ക്കുന്നതിനെല്ലാം അത്തരം ചില എൻഫോഴ്സ്മെൻറ്റ് ശക്തിപ്പെടുത്താൻ വേണ്ടി ചെയ്ത നടപടിയുടെ ഭാഗമായിട്ടാണ് കുറേ ആളുകൾ അത് നിർബന്ധപൂർവ്വം ഇതിൻ്റെ ഭാഗമാകാൻ തീർന്നു. അങ്ങനെ നമ്മൾ ഒരു സൈഡിൽ ബോധവൽക്കരണത്തിലൂടെയും മറു സൈഡിൽ ഈ എൻഫോഴ്സ്മെൻറ്റ് ശക്തപ്പെടുത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഇത് പൂർണ്ണമായും 100% ഒരാൾ പോലും മാലിന്യം വലിച്ചെറിയുന്നില്ല എന്ന് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനകത്ത് ഞങ്ങൾക്ക് തർക്കമില്ല. ആ അവർ വലിച്ചെറിയരുത് എന്നുള്ളത് സ്വയം തീരുമാനിക്കേണ്ടതുണ്ട്. അത് അങ്ങനെ എന്നിട്ടും ചെയ്യുന്നവരെ അവരെ ഇതിപ്പോൾ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ അത് നഗരസഭയുടെ ഭാഗമാണ്. അതിലൊന്നും തർക്കമില്ല. പക്ഷേ ഈ ക്യാമറയുമായി ബന്ധപ്പെട്ട് വലിയ ഫൈൻ വന്ന സമയത്ത് ജനങ്ങളിൽ നിന്ന് ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടായി. അതുപോലെ ഉയർന്ന ഫൈൻ ഈടാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന മാലിന്യ സംസ്കരണവുമായി സഹകരിക്കാത്ത ആളുകൾക്ക് നേരെ ചെയ്യാൻ കഴിയുന്ന ഒന്ന്. തീരെ പാവപ്പെട്ടവർക്ക് ഇളവ് നൽകുകയും അത് സൗജന്യമായി കളക്ട് ചെയ്യുകയും വേണം. നിങ്ങൾ കുട്ടികളുടെ ഡയപ്പർ കളക്ട് ചെയ്യില്ല, ഈ പറയുന്ന പ്ലാസ്റ്റിക് ഇതര കാര്യങ്ങളൊന്നും കളക്ട് ചെയ്യില്ല. ഇതെല്ലാം ആളുകൾ തുണി കളക്ട് ചെയ്യില്ല. ഇതെല്ലാം ആളുകൾ തുണി കൊടുക്കില്ല എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണ്. തുണിയുടെ എല്ലാ മാസവും കലണ്ടർ അനുസരിച്ച് ഒരു മാസം അതിന്റെ പൈസ കൊടുക്കുന്ന ഒരാളാണ്. എന്റെ വീട്ടിൽ ഈ പറയുന്ന വ്യാഴാഴ്ച വെള്ളിയാഴ്ച കളക്ട് ചെയ്യുന്നത് പ്ലാസ്റ്റിക് മാത്രമാണ്. ബാക്കിയുള്ള ദിവസങ്ങൾ കളക്ട് ചെയ്യുന്നത് ജൈവമാലിന്യം. ഹരിതകർമ്മ സേനക്കാർ കളക്ട് ചെയ്യും. നിങ്ങൾ അവിടുത്തെ ഹെൽത്ത് ഓഫീസിൽ അല്ലെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ട് നോക്കും. ഞാൻ പറയുന്നത് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പറയാണ്. ഈ ജനങ്ങളുടെ മുന്നിലാണ് പറയുന്നത്. ഈ തുണി എല്ലാ മാസവും ഡ്രൈവ് ഉണ്ട്. എല്ലാ മാസവും പഴയ തുണികൾ, കുപ്പി വേസ്റ്റുകൾ, ട്യൂബ് ലൈറ്റിന്റെ ചില്ലുകൾ ഇതെല്ലാം മാറ്റുന്നതിന് ഡ്രൈവ് ഉണ്ട്. അതില്ല നിങ്ങൾ പറയുന്നത്. എവിടെയാണ് പ്രോപ്പറായി കളക്ട് ചെയ്യാത്തത്? ഞാനിരിക്കുന്ന എന്റെ വാർഡിനകത്ത് കഴിഞ്ഞ എത്രയോ തവണ സ്പെഷ്യൽ ഡ്രൈവ് ഇപ്പൊ കഴിഞ്ഞ മാസം നിങ്ങൾ തർക്കിക്കുന്നത് മാധു അതിനകത്ത് തർക്കിക്കുന്നുണ്ട്. ഡയപ്പറിന്റെ കാര്യത്തിൽ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ആദ്യം പറഞ്ഞത് ഡയപ്പർ സ്വീകരിക്കുന്നില്ല, കുപ്പി സ്വീകരിക്കുന്നില്ല, തുണി വേസ്റ്റ് സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാണ്. അപ്പൊ ഞാൻ തുണി വേസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോ അത് വിട്ടു. അത് വിട്ടോ? തർക്കമുണ്ടോ? അത് വിട്ടോ? നിങ്ങൾ വിട്ടോ? നിങ്ങൾ വിട്ടോ? ഈ നഗരസഭ പ്രോപ്പർട്ടി ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പദ്ധതിയുണ്ട്, നടപ്പിലാകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ പേപ്പറിൽ പദ്ധതിയുണ്ട്, നടപ്പിലാകുന്നില്ല. നിങ്ങൾ ഈ പറയുന്ന ഡ്രൈവ് ഒന്നും എവിടെയും എത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ഈ പറയുന്ന ഡ്രൈവ് ഒന്നും എവിടെയും എത്തുന്നില്ല. നടക്കുന്നുണ്ടായിരിക്കും, പക്ഷേ നാഷണൽ ലെവലായിരിക്കും. ഏതായാലും എറണാകുളത്ത് നോക്കില്ല. ശ്രീ അംശു വാമദേവൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടെങ്കിൽ, മാലിന്യ സംസ്കരണം ഇവിടെ നഗരസഭയുടെ കീഴിൽ പ്രോപ്പർ ആയിട്ടുണ്ടെങ്കിൽ അങ്ങ് കാണുന്നുണ്ടാകും ഈ ദൃശ്യങ്ങൾ. രാമേഴഞ്ചാൻ തോട്ടിലും മറ്റു ഓടകളിലും അടക്കം കെട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് കൂമ്പാരങ്ങൾ നഗരസഭയുടെ ഉത്തരവാദിത്തമാണ്. ജനങ്ങൾ അവിടെ ഇടുന്നുണ്ടെങ്കിൽ അതിന് ഫൈൻ ഈടാക്കുകയും ഇടാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടതും നഗരസഭയാണ്. ഈ വളർന്നു നിൽക്കുന്നത് ഡെൽറ്റ കൂടി വളമായ ഇതല്ല. ഞാനൊരു മ്യൂസിക് ഇട്ടത് പ്ലേ ചെയ്തപ്പോൾ നിങ്ങൾക്ക് വലിയ വേദനയായിരുന്നല്ലോ. അത് ഡെൽറ്റ കൂടി വളമായി അവിടെ നല്ല ഡെൽറ്റ ഉള്ളത് കൊണ്ട് വളർന്നു നിൽക്കുന്ന തെങ്ങും കവുങ്ങും ഒന്നും അല്ല. അത് അവിടെ ഒരു മാലിന്യ സംസ്കരണ, ഒരു മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടികളും എത്തി നോക്കാൻ കാണുന്നുണ്ടല്ലോ അല്ലെ, പ്ലാസ്റ്റിക് കൂടി കിടക്കുന്നത്. അത് നിങ്ങളുടെ എന്ത് മഴക്കാല പൂർവ്വ ശുചീകരണം 9 കോടിയും 10 കോടിയും ചെലവാക്കിയതിന്റെ ബാക്കിയാണെന്ന് എനിക്ക് ചോദിക്കാനുണ്ട്. ആ പറയുന്ന 9 കോടി കെട്ടിയിട്ടാലും ഇത്രയേ കാണുള്ളൂ. മധു, ആ പറയുന്നതിനകത്താണ് എനിക്ക് തർക്കമുള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താണ്, നഗരസഭയുടെ ഓടകൾ വൃത്തിയാക്കുന്ന പ്രവർത്തനം നടത്തി മാലിന്യം ശേഖരിക്കുന്നത് ഹരിതകർമ്മ സേനയുടെ കൊണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ശേഖരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നു. അതിലേക്ക് ആളുകളെ കൊണ്ടുവന്നതിന് ബോധവൽക്കരണം നടത്തുന്നു. ഇനി മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇത്തരം കനാലുകൾക്കകത്ത് വലിച്ചെറിയരുത് എന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനി അതിനാണ് നിങ്ങൾ പറഞ്ഞത് ഭീകരമായിട്ടുള്ള ഫൈന് ഈടാക്കണം. ക്യാമറ പോലെ നിങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ്. ക്യാമറ പോലെ ഭീകരമായിട്ടുള്ള ഫൈൻ. ഞാൻ എന്താ പറയുക, നിങ്ങൾ പറഞ്ഞ വാചകമേ ഞാൻ പറഞ്ഞോളൂ.
ഈടാക്കിയത് മാധു പറഞ്ഞ വാചകം ഭീകരമായ മാത്രമേ ഫൈനാണോ? ഞാൻ കോട്ട് ചെയ്തിട്ടുള്ളൂ. നല്ല ഞാൻ ഫൈൻ പറഞ്ഞ ഈടാക്കണം, മറുപടി നല്ല ഫൈൻ നല്ല ഈടാക്കണം. ഫൈൻ ഈടാക്കണം. ഫൈൻ അത് നമുക്ക് ഈടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ആലോചിക്കേണ്ട പേടി കാര്യമാണ്. എൻഫോഴ്സ്മെന്റ് ശക്തമാക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഫൈൻ ഈടാക്കാം, നമുക്ക് ഈടാക്കാം. അതേ നഗരസഭയിലെ ചട്ടങ്ങളിൽ നിയമത്തിനകത്തൊക്കെ മാറ്റം അല്ല, വരുത്തേണ്ടതുണ്ട്. അത് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു. ചെയ്യാത്തുള്ള കാര്യമാണ്. പാവപ്പെട്ടവർക്ക് അതിൽ സബ്സിഡി കൊടുക്കണം. അത് അല്ല, പാവപ്പെട്ടവർക്ക് അതിൽ സബ്സിഡി കൊടുക്കണം. അത് അത് നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം. അത് സൗജന്യമായി നല്ല സ്വീകരിക്കണം. നിർദ്ദേശമാണ്. ഇതൊക്കെ ഞാൻ എപ്പോഴാണ് നടക്കുന്നത് അതൊക്കെ നല്ല നിർദ്ദേശം തന്നെയാണ്. ഞാൻ നോക്ക്, നമ്മൾ ഇപ്പോൾ ഈ നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് യുവരാജ് പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ ഒരു മറുപടി പറയാതെ പോകുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയാണ്. ഇപ്പോൾ അട്ടക്കുളങ്ങരയിൽ വെള്ളം കയറിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇന്ന് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ കുളങ്ങരയിൽ വെള്ളം കയറിയത് അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഉണ്ടായിരുന്ന കനാലിൻ്റെ സ്ലാബ് ഇടിഞ്ഞ് അതിലേക്ക് വീഴുകയും ഒഴുക്ക് തടസ്സപ്പെടുകയും ചെയ്തു. ആ ഒഴുക്ക് തടസ്സപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ വെള്ളം കയറിയത്. ഇപ്പോൾ യുവരാജ് അവിടെയാണല്ലോ, ആ വഴിയാണല്ലോ വീട്ടിൽ പോകുന്നത്. യുവരാജ് പോയി നോക്കിയാൽ മതി. ഇപ്പോൾ ഡെപ്യൂട്ടി മേയറുടെ നേതൃത്വത്തിൽ അവിടെ ആ പ്രവർത്തനം പൂർത്തീകരിച്ച് കഴിഞ്ഞു. ആ സ്ലാബ് ഇടിഞ്ഞു പോയ സ്ഥലങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾക്കകത്ത് നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്, ആ നഗരത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് വളരെ വസ്തുതാപരമായി പറയുന്ന കാര്യങ്ങളെ അംഗീകരിക്കാൻ നഗരസഭയ്ക്ക് യാതൊരു മടിയുമില്ല. ഞാൻ വരാം. ശ്രീ നേമം ഷജീർ, പ്രതിപക്ഷത്തിന് വളരെ കാര്യക്ഷമമായി ഇടപെടാൻ കഴിയുന്ന ഒരു വിഷയമാണ് ജനങ്ങൾ ദൈനംദിനം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ മാത്രമല്ല സമരവും പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഇതിന്റെ ശുചീകരണ മേഖലയിൽ നിങ്ങൾക്ക് ഇറങ്ങി പ്രവർത്തിക്കാം, ജനങ്ങളുടെ ശബ്ദമാകാൻ കഴിയും, നിങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടാക്കാൻ കഴിയും, നിങ്ങൾക്ക് സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ കഴിയും. നിങ്ങളൊരു പ്രതിപക്ഷം എന്ന നിലയിൽ എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ അത് യൂത്ത് കെയറിൻ്റെ ഭാഗമായി നമുക്കറിയാം, നമ്മുടെ സേവന സന്നദ്ധ വിഭാഗമുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ. ഇതുപോലുള്ള മേഖലകളിൽ അതിനു വേണ്ടിയുള്ള ക്രമീകരണം ചെയ്ത് അടിയന്തര സഹായങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇവിടെ ഞാൻ പറയട്ടെ, ഇവിടെ അധികാരികൾ ആർജവത്തോടു കൂടി കൃത്യമായി കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള അധികാരികളുടെ വീഴ്ചകളെ ആദ്യം കാണിക്കണ്ടേ. ഇവിടെ ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ റോക്കറ്റ് സൈസ് ടെക്നോളജിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. ഏറ്റവും മിനിമം ഓട വൃത്തിയാക്കുക, അത് അടഞ്ഞു കിടക്കുന്ന ഓടകൾ തുറക്കുക, മണ്ണ് വാരി മാറ്റുക, വേസ്റ്റുകൾ മാറ്റുക എന്നുള്ളത് കൃത്യമായി തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇത് സംഭവിക്കുന്നതാണ്. അതിൻ്റെ പുറകിൽ തന്നെ നിന്നുകൊണ്ട് ഇതിനുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ അനുസരിച്ച് ആ പ്രവർത്തനങ്ങൾക്ക് ക്രോഡീകരണം നടക്കുക, അല്ലെങ്കിൽ അതിനൊരു ഡയറക്ഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ പരമമായ വീഴ്ച സംഭവിക്കുകയാണ്. ഇവിടെ പ്രസംഗിക്കുന്നത് പോലെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. എനിക്കിപ്പോൾ ഇത്രയും പദ്ധതികൾ നടപ്പിലാക്കിയെന്ന് പറഞ്ഞപ്പോൾ ആറ്റുകാൽ പൊങ്കാല പോലുള്ള പദ്ധതിയാണ് ഓർമ്മ വരുന്നത്. നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ മേലിൽ പണം തട്ടിയവരാണ്. അപ്പോൾ ഈ പദ്ധതിയൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് വന്നത്. ഞാൻ ഒരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഈ നഗരസഭയ്ക്ക് അല്പം പോലും താല്പര്യമില്ല എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. നമുക്കറിയാം, ഈ കരമന കളിയിക്കാള റോഡ്, ഞാൻ അധികാരികളുടെ കാര്യക്ഷമതയെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് അത് പറയുന്നത്. കരമന കളിയിക്കാള റോഡിൻ്റെ വികസനം വെറും 9 മാസം കൊണ്ട് നടപ്പിലാക്കിയ ഭരണാധികാരി ഇവിടെയുണ്ട്. അതിനുശേഷം പ്രാവച്ചമ്പലം മുതൽ ബാലരാപുരം വരെയുള്ള വികസനത്തിന് വേണ്ടിയെടുത്ത സമയം ഈ LDF ഭരിക്കുമ്പോൾ, ഇടതുപക്ഷം അല്ലെങ്കിൽ ഭരിക്കുമ്പോൾ, തിരുവനന്തപുരം നഗരസഭ അടക്കം ഇടത് ഭരിക്കുമ്പോൾ വേണ്ടി വന്നത് 8 വർഷമാണ്. അപ്പോൾ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി അത് ഫോളോ അപ്പ് ചെയ്ത് കൃത്യമായി നടപ്പിലാക്കാനുള്ള ആർജവം ഇവർക്കില്ല എന്നുള്ളത് അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. എല്ലാ പദ്ധതിയിലും വീഴ്ച വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കൈയിട്ട് വാരലല്ലാതെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന ഒരു പരിപാടി ഇവിടെ ഇല്ല. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളെ മുത്തിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ കഴുത്തറ്റം വെള്ളം കയറിയിട്ട് പോലും ന്യായീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഇത് ഇപ്പോഴും ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് കടന്നു പോകുമ്പോഴും ഞങ്ങൾ ഇതെല്ലാം ചെയ്തു എന്ന കളവ അവകാശവാദവുമായി മുമ്പോട്ട് പോകുന്ന ഒരു ഇടതുപക്ഷ മേയറേയും ഭരണാധികാരിയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി എന്നാണ് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നത്? നമുക്കറിയാം, സ്മാർട്ട് സിറ്റി പദ്ധതി അത് എത്രയോ വേഗത്തിൽ അടിയന്തരമായി നടപ്പിലാക്കേണ്ട പദ്ധതിയില്ലേ. അതിൻ്റെ വൈകിപ്പിക്കൽ തന്നെ ഏറ്റവും വലിയ പരാജയവും വീഴ്ചയുമല്ലേ ഒരു നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഏറ്റവും വലിയ സുവർണ്ണ പദ്ധതിയാണ്. ഏതൊരു നഗരസഭാ മേയറും ആഗ്രഹിക്കുന്നതാണ് കൃത്യസമയത്ത് ഈ സ്മാർട്ട് സിറ്റി നടപ്പിലാക്കിയാൽ പോലും ഇതിൻ്റെ 90% ഈ വിഷയം പരിഹരിക്കപ്പെട്ടു. നമുക്കറിയാം എന്തെല്ലാം പദ്ധതികളാണ് അതിൻ്റെ പിന്നിലുള്ളത്. സോളാർ പ്ലാന്റ് ഉൾപ്പെടെ, മൾട്ടി ലെവൽ പാർക്കിംഗ് സിസ്റ്റം ഉൾപ്പെടെ, കേബിളിംഗ് റോഡിനടിയിലാക്കുന്നത് ഉൾപ്പെടെ, ഓടകൾ 2 സൈഡിലും ആക്കുക. അപ്പോൾ എത്രയോ നല്ല സ്മാർട്ടായിട്ടുള്ള കർമ്മ പദ്ധതികൾ അതിൻ്റെ മുമ്പിലുണ്ടായിരുന്നു. അത് വലിയ ആവേശത്തോടു കൂടി അത് നടപ്പിലാക്കി നഗരത്തെ വലിയ വികസനത്തിൻ്റെ മാതൃകയായി മാറ്റുന്നതിന് പകരം അത് നടപ്പിലാക്കാൻ വീഴ്ച വരുത്തിയ ഈ ഭരണാധികാരിയിലെ ഏറ്റവും വലിയ കുറ്റക്കാരെന്ന് പറയേണ്ടത്, ഇവിടെ 30-ാം തീയതി പരി പൂർത്തീകരിച്ചില്ലെങ്കിൽ ഈ പണം നഷ്ടപ്പെടുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട എത്രയോ അവകാശങ്ങൾ, നമുക്ക് കിട്ടേണ്ട എത്രയോ നല്ല പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ട ഇവർ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഓക്കെ, ശരി. ശ്രീ യുവരാജ് ഗോകുൽ, ഇപ്പോൾ തലസ്ഥാന നിവാസികളുടെ ജീവിത പ്രശ്നമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്, ഈ പറയുന്ന വെള്ളക്കെട്ടടക്കമുള്ള കാര്യങ്ങൾ. ഇവിടുത്തെ ഓടകളിൽ കുമിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക്കിന്റെയും മാറ്റാൻ കഴിയാതെ പോകുന്ന മാലിന്യങ്ങളുടെയും കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളുടെയും ഉത്തരവാദിത്തം തലസ്ഥാനത്തുള്ള മനുഷ്യരുടേത് തന്നെയാണ്. ഇപ്പോൾ നേരത്തെ അംശു പറയുകയാണ്, ഹരിതകർമ്മസേന കൃത്യമായി ഈ പറയുന്ന വേസ്റ്റ് കളക്ട് ചെയ്യുന്നുണ്ട്. അവർക്കൊരു കലണ്ടർ ഉണ്ട്. ആ കലണ്ടർ അനുസരിച്ച് ജൈവ മാലിന്യങ്ങൾ, അജൈവ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, വീട്ടിൽ മറ്റു വരുന്ന അംശു പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളെല്ലാം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു കലണ്ടറൊക്കെ ഉണ്ട്. ഇത് പ്രോപ്പറായി, അത് നമ്മുടെ അവകാശമാണ്, അത് അങ്ങനെ തന്നെ നടപ്പിലാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ആവശ്യം കൂടി
തലസ്ഥാന നിവാസികളുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. അത് ചെയ്യാതെ ശരി ഈ പണം കൊടുക്കേണ്ടല്ലോ, ഇത് കൊണ്ടുപോയി എവിടെയെങ്കിലും കളഞ്ഞേക്കാം എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ടാണല്ലോ ജനങ്ങളെ കുറ്റം പറയുന്നതല്ല. പക്ഷെ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യർ നമ്മുടെ ഇടയിൽ ഉള്ളത് കൊണ്ടാണല്ലോ ഇത് വഴിയരികിലും ഇത് ഓടകളിലും ഇത് കനാലുകളിലും കുമിഞ്ഞുകൂടുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ വീട്ടിലേക്ക് വെള്ളം കയറും. അത് ജനങ്ങൾ ഒന്നിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. മാധു, ഇതിനകത്തിപ്പോ ഈ ജനങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരെ നമുക്ക് പൊതുവിൽ പോയിട്ട് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ജനങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരെ നമ്മളെങ്ങനെ പൊതുവിൽ ഇതിനകത്ത് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഒരു സാധനം അക്കൗണ്ടബിലിറ്റി ഉണ്ടാകേണ്ടതും നേമം ഷജീറും ഈ നമ്മുടെ ചർച്ച കാണുന്ന ജനങ്ങളും എല്ലാവരും നമ്മുടെ എല്ലാം പൊതുവായ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഒഴിവായി നിൽക്കുന്നില്ല. എന്റെയും നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തത്തിന്റെ കുറവാണ് ആ കാണുന്ന പ്ലാസ്റ്റിക് ശേഖരം എന്നാണ് ഞാൻ പറഞ്ഞത്. മാധു, ഇതിനകത്ത് ലോകത്തെ എല്ലാ ജനങ്ങളും പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ മാത്രമല്ല ഉപയോഗിക്കുന്നത്. തിരുവനന്തപുരത്ത് മാത്രമല്ല, കൊല്ലത്ത് ഉപയോഗിക്കുന്നുണ്ട്, കോഴിക്കോട് ഉപയോഗിക്കുന്നുണ്ട്, എറണാകുളത്ത് ഉപയോഗിക്കുന്നുണ്ട്, കോയമ്പത്തൂർ ഉപയോഗിക്കുന്നുണ്ട്, ബാംഗ്ലൂർ ഉപയോഗിക്കുന്നുണ്ട്, ഇൻഡോറിൽ ഉപയോഗിക്കുന്നുണ്ട്, എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരത്തെ ജനങ്ങൾ മാത്രമല്ല പ്ലാസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോകത്തെല്ലായിടത്തും ഈ പറയുന്ന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിനും അത് കൃത്യമായിട്ട് കളക്ട് ചെയ്ത് അതിനെ കൃത്യമായിട്ട് അത് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അത് തിരുവനന്തപുരത്ത് അത് പരാജയപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അപ്പോൾ തിരുവനന്തപുരത്തെ ജനങ്ങളുടെ മാത്രം പ്രശ്നമാണ്, നമുക്കത് പറയാൻ പറ്റില്ല. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകണം. അതിനാണ് താഴെത്തട്ട് തൊട്ട് ലോക്കൽ സെൽഫ് മുതൽ ഏറ്റവും മുകൾ തട്ട് വരെയുള്ള ഗവൺമെന്റുകൾ നമ്മൾ ഇവിടെ നാട്ടിൽ നിലനിൽക്കുന്നത്. ഇവിടെ അത് പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ പരാജയം കാരണം മാത്രമാണ് എന്നുള്ള കാര്യം സമ്മതിക്കണം. ഒന്ന്. രണ്ട്, ശ്രീ അംശു വാസുദേവൻ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്, കഴിഞ്ഞ തവണ കിള്ളിപ്പാലത്ത് അട്ടക്കുളങ്ങര കിള്ളിപ്പാലം റോഡിലെ വെള്ളം കെട്ടി, ഇത്തവണ കെട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ പോയി നോക്കാൻ പറഞ്ഞു. ഞാൻ എന്തിനാ പോയി നോക്കുന്നത്? മാധുവിന് ഞാൻ 2 ചിത്രങ്ങൾ വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്. 6 മണിക്കൂർ മുമ്പ് മാതൃഭൂമി ന്യൂസ് തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു വാർത്തയുടെ സ്ക്രീൻഷോട്ട് ആണ്. അതിന്റെ അകത്ത് കൃത്യമായിട്ട് അട്ടക്കുളങ്ങരയിലുള്ള വെള്ളക്കെട്ട് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലല്ല ശ്രീ അംശു വാസുദേവൻ, ഞാനൊന്ന് പറഞ്ഞോളട്ടെ. അതിനകത്ത് വളരെ കൃത്യമായിട്ട് മാധുവിന് തന്നെ നോക്കിയാൽ അറിയാം, അത് മാതൃഭൂമിയുടെ തന്നെ വാർത്തയാണ്. അതിനകത്ത് അട്ടക്കുളങ്ങരയിലെ വെള്ളക്കെട്ടിന്റെ ചിത്രമുണ്ട്, തൊട്ടപ്പുറത്ത് കിള്ളിപ്പാലത്തുള്ള വെള്ളക്കെട്ടിന്റെ ചിത്രവുമുണ്ട്. അപ്പൊ ഇപ്പൊ വെള്ളം കയറിയില്ല എന്നായി താങ്കൾ കുറച്ചു നേരത്തെ പറഞ്ഞത്. കഴിഞ്ഞ തവണ വെള്ളം കയറിയ സ്ഥലങ്ങളിലൊന്നും ഇത്തവണ വെള്ളം കയറിയില്ല പറഞ്ഞത്. അല്ല, അദ്ദേഹം പറഞ്ഞ അവിടെ ഒരു സ്ലാബ് ഈ പറയുന്ന ജലമൊഴുക്കിന് തടസ്സമായി വീണു പോയത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. അത് പെട്ടെന്ന് തന്നെ പരിഹരിച്ചു എന്നുള്ളതാണ് അംശു പറയുന്നത്. അല്ലല്ല, അത് മാധു അദ്ദേഹം ആദ്യത്തെ റൗണ്ടിൽ പറഞ്ഞത് കഴിഞ്ഞ തവണ വെള്ളം കയറിയ ഒരിടത്തും ഇത്തവണ കയറിയില്ല. 7 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അനുഭവിച്ച ദുരിതമാണ് റോഡിൽ ഞാൻ പറഞ്ഞത്. കയറിയിരുന്നു, ഇത്തവണയും കയറി എന്നുള്ള കാര്യം വാസ്തവമാണ്. അതിനകത്ത് ഇനിയിപ്പോ സ്ലാബ് മറിഞ്ഞു വീണോ മറ്റെന്തെങ്കിലും മറിഞ്ഞു വീണോ എന്നുള്ളതല്ല വിഷയം. വെള്ളം കയറിയോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. വെള്ളം കയറിയിട്ടുണ്ട്. ശ്രീ അംശു വാസുദേവൻ ഇവിടെ ഇരുന്നു കൊണ്ട് ബോധവൽക്കരണത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ബോധവൽക്കരണം പരാജയപ്പെട്ടതുകൊണ്ടാണ് എന്നുള്ള കാര്യം. അതായത് നിങ്ങൾ പറഞ്ഞു വരുന്നത് തലസ്ഥാനത്തുള്ള ജനതയ്ക്ക് ബോധമില്ലാത്തത് കൊണ്ടാണ് അവിടെ ഈ പറയുന്ന വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് എന്നുള്ള തലത്തിലാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. ഇവിടെ ബോധമില്ലാത്തതും ബോധവൽക്കരണം വേണ്ടതും ഒരാൾക്കാണ്. അത് തലസ്ഥാനത്തെ നഗരസഭ ഭരിക്കുന്ന ആൾക്കാർക്കാണ് ബോധമില്ലാത്തതും. അവർക്കാണ് ബോധവൽക്കരണം വേണ്ടത്. നിങ്ങൾ ഇവിടെ ഭരിക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനാണ് ഇരിക്കുന്നത്, അല്ലാതെ ജനങ്ങളുടെ മെക്കിട്ട് കയറാനല്ല ഇരിക്കുന്നത് എന്നുള്ള ബോധം കൃത്യമായിട്ടുണ്ടാകേണ്ടത് ഈ നഗരസഭ ഭരിക്കുന്ന ആൾക്കാർക്കാണ്, ഇടതുപക്ഷത്തിനാണ്, CPM-നാണ്. നിങ്ങളുടെ ഏതെങ്കിലും കാര്യം ഞാൻ പറഞ്ഞോ മധു? ഏതെങ്കിലും കാര്യം പറഞ്ഞോ? ഞാൻ അങ്ങനെ ജനങ്ങൾക്കാണ് ഉത്തരവാദിത്വം ഞാൻ പറഞ്ഞോ? അല്ല, താങ്കൾ കുറച്ചു നേരത്തെ പറയുന്നുണ്ടല്ലോ ബോധവൽക്കരണം നടത്തി അത് പരാജയപ്പെട്ടു പോയി, അതുകൊണ്ട് പ്രശ്നങ്ങൾ എന്നൊക്കെയാണല്ലോ താങ്കൾ പറഞ്ഞ മോശ. അത് മോശ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. അത് ആ മേയർക്കാണ് ബോധവൽക്കരണം നടത്തേണ്ടതാണ്. അവർക്കാണ് നരേന്ദ്രമോദിക്ക് നടത്തിയാൽ മതി. നരേന്ദ്രമോദിക്ക് ബോധം ഉണ്ടാക്കിയാൽ മതി. നരേന്ദ്രമോദിക്ക് നടത്താനുള്ള ഞങ്ങൾ നടത്തിയാൽ മതി. അപ്പൊ മേയറെ കാര്യം നിങ്ങൾ നോക്കണ്ട. മേയർക്ക് ബോധം കൽപ്പിക്കാൻ യുവരാജിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. അത് വേണ്ട, അത് അങ്ങനെ തന്നെ പറയും. അങ്ങനെ മേയറെ വായി തോന്നുന്നത് പറയുകയും നരേന്ദ്രമോദിയെ പറയുമ്പോൾ കൊള്ളുകയും ചെയ്യണ്ട. മേയറെ വായി തോന്നിയതൊക്കെ പറഞ്ഞിട്ട് നരേന്ദ്രമോദിയെ പറയുമ്പോൾ പ്രധാനമന്ത്രിയാണെങ്കിലും മേയറാണെങ്കിലും ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിച്ചവരാണ്. തലസ്ഥാന നഗരിയിലെ ഓണം വൃത്തിയാക്കുന്നതിന്റെ ഉത്തരവാദിത്തം മേയർ ശക്തമായ ഘടകമാണ്. പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്തം
പറയുമ്പോൾ അദ്ദേഹത്തിന് പറയാം. വെള്ളക്കെട്ടിന്റെ കാര്യം പറഞ്ഞാൽ മതി. കേട്ടോ, അത് നമ്മൾ പറയുന്നുണ്ട്. ശരി, ശരി, ശരി. മേയറെ മര്യാദ പഠിപ്പിക്കണ്ട. നിങ്ങൾക്ക് വെള്ളക്കെട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്താൽ മതി. നിങ്ങൾ മേയർക്ക് ബോധപ്പെടുത്തിയാൽ നമുക്കാണ് വെള്ളക്കെട്ട്, നിങ്ങൾക്കല്ല. ഒരു മിനിറ്റ്, ഈ ചർച്ചയിൽ ബിജെപിയുടെ പ്രതിനിധിയും ഈ ചർച്ചയിൽ സിപിഎമ്മിന്റെ പ്രതിനിധിയുമുണ്ട്. താമസിക്കുന്ന ഈ തലസ്ഥാന നഗരിയിൽ നമ്മൾ വെള്ളക്കെട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യും. നിങ്ങൾ മേയർക്ക് ക്ലാസ് എടുക്കാനും മേയറെ ബോധ്യം വരുത്താനൊന്നും നിങ്ങൾ വെള്ളക്കെട്ടിന്റെ കാര്യം വരുമ്പോൾ മേയറെ കുറ്റം പറയാൻ പാടില്ലേ? മേയറെ കുറ്റം പറയാൻ പാടില്ല. മേയർക്ക് അഹങ്കാരമാണ്, മേയർക്ക് വിവരമില്ല എന്ന് പറയുന്നു. ഒരാൾ ഇതാ പറയാനുള്ള വസ്തുതാപരമായി നിങ്ങൾ ചർച്ച ചെയ്യും. നിങ്ങൾ വ്യക്തിപരമായി നിങ്ങൾ ചർച്ച ചെയ്യില്ല. അതൊന്നും വിഷയമല്ല. നിങ്ങൾ വ്യക്തിപരമായി ചർച്ച പോകുന്നത് അങ്ങനെ പോയാൽ അങ്ങനെ നമ്മൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ പോയാൽ അങ്ങനെ കൊണ്ടുപോയി യുവരാജ് ഒന്ന് വഴങ്ങണേ, അംശം ഒന്ന് വഴങ്ങണേ. അംശം അതായത് എന്തുകൊണ്ട് വെള്ളം പൊങ്ങി എന്നുള്ളത് പ്രശ്നമല്ലേ എന്ന് അങ്ങ് നേരത്തെ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് വെള്ളം പൊങ്ങി എന്നതിന് അങ്ങ് പറഞ്ഞ ഉത്തരം അവിടെ ഒരു സ്ലാബ് മറിഞ്ഞു വീണ് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടു എന്നുള്ളതാണല്ലോ. സ്മാർട്ട് സിറ്റി നിർമ്മാണത്തിന്റെ പ്രശ്നമാണല്ലോ അല്ലെ, റോഡ് നിർമ്മാണത്തിന്റെ പ്രശ്നമാണല്ലോ. അല്ല, ഇത് റോഡ് നിർമ്മാണമായി സ്മാർട്ട് സിറ്റി അട്ടക്കുളങ്ങരയിൽ അവിടെ റോഡ് നിർമ്മാണം നടക്കുന്നുണ്ട്. എന്റെ വീടതിന് തൊട്ടടുത്താണ്. ഒരു മിനിറ്റ്, അവിടെ ആ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണികൾ നടക്കുന്നുണ്ട്. അവിടുത്തെ ഓട പ്രോപ്പറായി വർക്ക് ചെയ്യുന്നില്ല എന്നത് അങ്ങേക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അല്ലെ. അങ്ങ് ഇന്ന് മാതൃഭൂമിയുടെ ഈ വഴിയിലേക്ക് വന്നല്ലോ. ഇന്നലെ വൈകുന്നേരം ഇതിന്റെ കാർപോർട്ട് അടക്കമുള്ള താഴത്തെ നിലയിൽ വെള്ളം കയറി. എന്തുകൊണ്ടാണ്? ഇതിന് തൊട്ട് മുന്നിൽ അങ്ങ് ഈ പറയുന്ന വാഹനം ഓടിച്ചു വന്ന വഴിയിൽ അവിടെ ആ വഴിയുടെ സൈഡിൽ ഒരു ഓടയുണ്ടായിരുന്നു. അതിലെ കൂടി വെള്ളം ഒലിച്ചു പോകുമായിരുന്നു. അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തുകയാണ്. ആ ഓടയിൽ മുഴുവൻ മണ്ണാണ്. അവിടെ അതിലെ വെള്ളം പോകില്ല. അതുകൊണ്ട് ആ വെള്ളം മുഴുവൻ താഴ്ന്ന പ്രദേശങ്ങൾ മാതൃഭൂമിക്കും അതിന്റെ ചുറ്റു പരിസരത്തുമുള്ള വീടുകളിലേക്ക് എല്ലാം വെള്ളം കയറുന്നുണ്ട്. ഈ പണി നടക്കുന്നതുകൊണ്ടാണോ? അതിനാര് കുറ്റം പറയും? അതിനാരെ കുറ്റം പറയണം? ഈ പണി കൃത്യമായി പൂർത്തീകരിക്കാത്തത് കൊണ്ട് അതിന്റെ അധികൃതരാണല്ലോ കുറ്റം പറയേണ്ടത്. അപ്പൊ അത് പെട്ടെന്നൊരു വേദന ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞത് നിങ്ങൾ അധികാരത്തിലിരിക്കുന്ന ഒരാളെ നിങ്ങൾ അവരുടെ ഉത്തരവാദിത്തം ചൂണ്ടിക്കാണിക്കുന്നതുകൊണ്ട് എനിക്ക് വേദന ഉണ്ടാവില്ല. നിങ്ങൾ വ്യക്തിപരമായുള്ള പരാമർശങ്ങൾ ഒഴിവാക്കണമെന്ന് ഞാൻ പറയുന്നത്. അതാ ഞാൻ തുടക്കത്തിൽ മുതൽ സജീർ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞ അതാണ്. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യും. നമുക്ക് നോക്കാം. മേയർക്ക് അഹങ്കാരമാണ്, മേയർക്ക് വിവരമില്ല എന്നൊക്കെ പറയാൻ ലൈസൻസ് നരേന്ദ്രമോദിക്ക് വിവരമില്ല, ബോധമില്ല എന്ന് തിരിച്ച് പറയുക. അതുകൊണ്ട് ഈ ചർച്ചയ്ക്ക് പരിഹാരമാവില്ല. ഒരു ചർച്ചയിൽ രണ്ട് പാനലിസ്റ്റുകൾ ഇതേപോലെ യുവരാജ് ഒരു നിമിഷം ഇതേപോലെ ഉച്ചയുറച്ച് സംസാരിച്ചാൽ അതിലുണ്ടാകുന്ന പൊളിറ്റിക്കൽ അല്ലാത്ത വാക്കുകൾ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, പലതും കേൾക്കാനും കഴിയില്ല. അത് ഓരോ ആങ്കർക്കും കഴിയില്ല. മേയർക്ക് വിവരമില്ല, മേയർക്ക് പക്വതയില്ല എന്ന് യുവരാജ് പറഞ്ഞു. യുവരാജ് പറഞ്ഞു എന്നാണ് അംശു പറയുന്നത്. മേയർക്ക് വിവരമില്ല, മേയർക്ക് പക്വതയില്ല എന്ന് യുവരാജ് പറഞ്ഞു. മേയർക്ക് അഹങ്കാരമാണ്. മേയർക്ക് വിവരമില്ല, മേയർക്ക് പക്വതയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ബോധവൽക്കരണം കൊടുക്കേണ്ടത് മേയർക്കാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനു മുമ്പ് യുവരാജ് പറഞ്ഞാണ് മേയറുടെ അഹങ്കാരമാണെന്ന് മേയർ പറഞ്ഞില്ലേ? മേയർക്ക് അഹങ്കാരമാണെന്ന് പറഞ്ഞില്ലേ? നമ്മളൊരു വെള്ളക്കെട്ട് ഇവിടെ നമ്മുടെ നഗരത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. മേയർക്ക് വിവരമില്ല എന്ന് യുവരാജ് പറഞ്ഞു എന്നാണ് അംശം പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് യുവരാജ് പറയുമ്പോൾ അങ്ങ് പറഞ്ഞിട്ടില്ല എന്ന്. നിങ്ങൾ ആർക്ക് പറയുന്ന വാക്ക് ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിനകത്ത് നിങ്ങൾ വസ്തുതാപരമായി ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമുക്ക് കുഴപ്പമില്ല. അല്ല, ഇത് ഈ പറയുന്ന അല്ലല്ല, തലസ്ഥാന നഗരയിൽ വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ അതിൽ നഗരസഭയ്ക്ക് നേതൃത്വം നഗരസഭയുടെ നേതൃത്വത്തില് വെള്ളത്തിന് കുറച്ച് ബോധവൽക്കരണം കൊടുക്കൂ, ഓടകൾക്ക് കുറച്ച് ബോധവൽക്കരണം കൊടുക്കൂ, ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ചർച്ച ചെയ്യും. അതായത് ഒരു തലസ്ഥാന നഗരിയിൽ വെള്ളക്കെട്ടുണ്ടാകുന്നു, തുടർച്ചയായ വർഷങ്ങളിൽ ഉണ്ടാകുന്നു, 6 മാസം മുൻപും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മഴ വരും, അതിനു മുൻപ് ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെന്ന ബോധ്യം ഉണ്ടാകണം അധികൃതർക്ക്, അധികാരത്തിലിരിക്കുന്നവർക്ക് എന്നുള്ളതാണ് ജനങ്ങളുടെ വിചാരം, വിശ്വാസം. അതില്ലാതെയാകുമ്പോൾ നഗരസഭയ്ക്കെതിരെ വിമർശനമുണ്ടാകും, മേയർക്കെതിരെ വിമർശനമുണ്ടാകും. ബോധവൽക്കരണം ജനങ്ങൾക്ക് വേണമെന്ന് പറയുമ്പോൾ മേയർക്ക് ബോധവൽക്കരണം കൊടുക്കണം എന്ന് പ്രതിപക്ഷത്തിരിക്കുന്നവർ പറയുന്നതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പറയുന്നത് അത് കൃത്യമായി സമയബന്ധിതമായി പദ്ധതികൾ പൂർത്തീകരിക്കാതെ ഇരിക്കുന്നത് കൊണ്ടാണ്.
കൃത്യമായ സമയബന്ധിതമായി മഴക്കാലപൂർവ്വ ശുചീകരണം പൂർത്തീകരിക്കണമെന്ന ബോധം നഗരസഭയ്ക്കുണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകില്ല എന്നേ. ആ വിമർശനം അവർക്ക് ഉന്നയിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇത് മാധു ഉന്നയിച്ച പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് മഴ വരുമെന്ന് മുൻകൂട്ടി കണ്ട് പ്രവർത്തനങ്ങൾ നടത്തണമെന്നുള്ളതാണല്ലോ. അതാണല്ലോ കാതലായിട്ടുള്ള ഉന്നയിച്ചുള്ള പ്രശ്നം. ആ കാര്യങ്ങൾ നടത്തിയെന്നാണ് തുടക്കത്തിൽ മുതൽ ഞാൻ പറഞ്ഞത്. 2000 അത് എന്നെ ഒന്ന് പറയാൻ അനുവദിക്കണം. 2023 നവംബർ മാസം 22-ാം തീയതിയാണ് ഇതിനു മുമ്പ് ഒരു വലിയ മഴ നമ്മളിവിടെ ലഭിക്കുകയും വലിയ വെള്ളക്കെട്ടുണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ മാധു സൂചിപ്പിച്ചത് അത് നവംബർ 22-ന് പെയ്ത മഴയുടെ ഭാഗമായിട്ടാണ്. അന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതുപോലെ പറഞ്ഞതാണ്, ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം വെള്ളക്കെട്ട് പരിഹരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ, നിക്ഷേപങ്ങൾ ആമയിഴഞ്ചാൻ തോട്ടിൽ ഉൾപ്പെടെയുള്ളവ വരുന്നു എന്നത് കണ്ടുകൊണ്ടാണ് ഈ പ്രാവശ്യം നേരത്തെ ഈ 2023 നവംബറിൽ നമ്മൾ ഒരു പ്രവർത്തനം നടത്തി. നവംബർ ഡിസംബർ മാസങ്ങളിൽ 1417 വർക്കുകൾ ഇവിടെ ഇരിക്കുന്ന സജീറിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ കൗൺസിലർമാരും അതുപോലെ തന്നെ യുവരാജിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ, ഞങ്ങൾ 100 കൗൺസിലർമാരും ഒരുമിച്ച് ഞങ്ങളുടെ വാർഡുകളിൽ കൊടുത്ത വർക്കുകളാണ്. ഏകദേശം 1500-നകത്ത് വരുന്ന വർക്കുകൾ നമുക്ക് പൂർത്തിയാക്കിയിട്ടുണ്ട്. അവിടെ പല സ്ഥലങ്ങളിലും വീണ്ടും ആദ്യം ചെലവാക്കിയ 1.5 ലക്ഷത്തിന് പുറമെ വീണ്ടും 50,000 രൂപ ചെലവാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തനം നടത്തി. അതിനുശേഷം ഈ പ്രാവശ്യം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ബഹുമാനപ്പെട്ട മേയറുടെയും അതുപോലെ തന്നെ ജില്ലാ കളക്ടറുടെയും അതുപോലെ തന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നു. വിവിധ വകുപ്പുകളുടെ യോഗം നമുക്ക് ചേരാൻ കഴിഞ്ഞു. PWD, ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ, മൈനർ ഇറിഗേഷൻ, അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഒരുമിച്ച് ഏകോപിപ്പിക്കുന്ന ഒരു പ്രവർത്തനം നമ്മൾ നടത്തി. അങ്ങനെ ഓരോ വകുപ്പുകളും നഗരസഭയല്ലാതെ PWDയും ഇറിഗേഷൻ, മേജർ ഇറിഗേഷനും മൈനർ ഇറിഗേഷൻ ഉൾപ്പെടെയുള്ളവർ നടത്തേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ ചാർട്ട് ചെയ്തു. നഗരസഭ ഒരു പ്രപ്പോസൽ തയ്യാറാക്കി. അവർക്ക് 473 വർക്കുകൾ ഇതിൻ്റെ ഭാഗമായി നമ്മൾ ചാർട്ട് ചെയ്ത് നൽകി. അത് വിവിധ വകുപ്പുകൾ, ഇത് നഗരസഭ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനമാണ്. കാരണം നഗരസഭയുടെ പ്രവർത്തനത്തിൽ കൊണ്ട് മാത്രം ഇല്ലെങ്കിൽ ഇത് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലായ ഭാഗമായിട്ടാണ് ആ 473 വർക്കുകൾ ചാർട്ട് ചെയ്ത് കൊടുക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ വിവിധ വകുപ്പുകൾക്ക് അത് കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ നമ്മൾ ആ കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? അതിനുശേഷമാണ് നമ്മൾ ആദ്യം തീരുമാനിച്ചത് ഈ നേരത്തെ മാധു സൂചിപ്പിച്ച കളക്ഷൻ ഡ്രൈവുകൾ വയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതായത് സ്പെഷ്യൽ കളക്ഷൻ ഡ്രൈവ്, നമ്മളെ കലണ്ടറിലില്ലാത്ത സ്പെഷ്യൽ കളക്ഷൻ ഡ്രൈവ്. അതിലൊന്ന് തുണി വേസ്റ്റുകൾ ശേഖരിക്കുന്നതായിരുന്നു. രണ്ടാമത്തെ സ്പെഷ്യൽ ഡ്രൈവ് കുപ്പിച്ചില്ലുകൾ ശേഖരിക്കുന്നതായിരുന്നു. 3 ട്യൂബ് ലൈറ്റുകൾ പ്രത്യേകം ശേഖരിക്കുന്നതിനായിരുന്നു. ചെരുപ്പ്, ബാഗ് ഇവ പ്രത്യേകം ശേഖരിക്കുന്നതിന് വേണ്ടി സ്പെഷ്യൽ കളക്ഷൻ ഡ്രൈവ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തുന്നതിന് മുമ്പ് വീടുകളിൽ ആളുകൾ കെട്ടിവെച്ചിരിക്കുന്ന ഇത്തരം സാധനങ്ങൾ ഒരു പക്ഷേ അവർക്ക് ബദൽ മാർഗ്ഗങ്ങളില്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും നിക്ഷേപിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. വീട് ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ അവർ ചിലപ്പോൾ കളഞ്ഞിട്ട് പോകാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി അവർക്കൊരു അവസരം കൊടുത്താൽ അവർ സ്വാഭാവികമായും നഗരസഭയോട് സഹകരിക്കുന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് സ്പെഷ്യൽ കളക്ഷൻ ഡ്രൈവ് നടത്തി. അതിനുശേഷം ആദ്യം ചെയ്ത പ്രവർത്തനം പുല്ല് വെട്ടുന്ന പ്രവർത്തനം. സജർ നിങ്ങളുടെ കൗൺസിലർമാരോട്, യുവരാജ നിങ്ങളുടെ കൗൺസിലർമാരോട് ചോദിക്കുക, MR ഗോപൻ അടക്കമുള്ള ആളുകളോട് ചോദിക്കുക, അവരുടെ വാർഡുകളിൽ പൊന്നുമംഗലം വാർഡിനകത്ത് എത്ര വർക്ക് നടത്തിയിട്ടുണ്ടെന്ന്. ആ വർക്ക് നടത്തിയിട്ടില്ല എന്ന് MR ഗോപന് പറയാൻ കഴിയില്ല. യുവരാജിന് വേണ്ടി പൊളിറ്റിക്കലായിട്ട് പറയാം. അത് ഒരു മിനിറ്റ് തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അപ്പൊ അങ്ങേക്ക് ഇത് വിശദീകരിക്കാൻ സമയം വേണമെന്ന് പറഞ്ഞു. എനിക്ക് ഒരു ഇടവേളയിലേക്കും പോകേണ്ടത്. അതിന് മുമ്പ് ഇതെല്ലാം പ്രോപ്പറായി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ജനത്തിന് വെള്ളക്കെട്ട് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്? അതിനൊരു റീസൺ ഉണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും അത് ഞാൻ പറയുന്നത് ആ വെള്ളത്തിന് ബോധവൽക്കരണം ചെയ്യാത്തതുകൊണ്ടാണ്. യുവരാജ ഞാൻ പറയാം. അതായത് നമ്മുടെ സ്വാഭാവികമായും നമ്മുടെ അതിവേഗം നഗരവൽക്കരണം നടക്കുന്ന ഒരു നഗരം തന്നെയാണ് നമ്മുടെ നഗരം. നമ്മുടെ എല്ലാ സ്ഥലത്തും സ്വാഭാവികമായും നമ്മുടെ ഉണ്ടായിരുന്നുള്ള ചാലുകളുടെ കപ്പാസിറ്റി കുറവ് ഒരു പ്രധാന പ്രശ്നമാണ്. ഒഴുകിപ്പോയിക്കൊണ്ടിരുന്ന പല ചാലുകളും ഇപ്പോൾ നിലവിലില്ല. അത് പല സ്ഥലത്ത് കെട്ടിയടക്കപ്പെട്ടുള്ള പ്രശ്നമുണ്ട്, അത് പലതും മൂടിപ്പോയിട്ടുള്ള പ്രശ്നമുണ്ട്. ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ചാലുകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ അതില്ലാത്ത പ്രശ്നമെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അർബൻ ഫ്ലഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മൾ നഗരം അഭിമുഖീകരിക്കുന്നു എന്നുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ കൗൺസിൽ കൂടി നമ്മളൊരു തീരുമാനമെടുത്ത് ഒരു പഠനം നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ നവംബർ മാസത്തിലെ ഈ വലിയ മഴ, ഒരു 12 മണിക്കൂർ മഴ നിന്നപ്പോൾ നഗരം ഇങ്ങനെ വെള്ളക്കെട്ടിലായത് അത് സ്വാഭാവിക പ്രതിഭാസമല്ലാന്ന് കണ്ടതുകൊണ്ടാണ് നഗരസഭ കൗൺസിൽ ആ വിഷയം വളരെ വിശദമായി ചർച്ച ചെയ്തത്. നമ്മൾ പറയാം, റൂക്കി IITയിലെ ഉത്തം കുമാർ എന്ന് പറയുന്ന അവിടുത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഈ മേഖലയിൽ വിദഗ്ധനായിട്ടുള്ള ആളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ 4 യോഗങ്ങൾ നടത്തി. ആ യോഗത്തിന്റെ ഭാഗമായി അവരുടെ ഒരു ഫ്ലഡ് മിറ്റിഗേഷൻ പ്ലാൻ തയ്യാറാക്കി.
കൂടാതെ ഫ്ലഡ് ലിറ്റിഗേഷൻ മാപ്പ് തയ്യാറാക്കി നമ്മുടെ നഗരങ്ങളിൽ എവിടെയൊക്കെയാണ് നേരത്തെ നമ്മുടെ സെക്രട്ടേറിയറ്റ് മുതലുള്ള മുഴുവൻ വെള്ളങ്ങളും വന്നുകൊണ്ടിരുന്ന നമ്മുടെ ഈ മാഞ്ഞാലിക്കുളം പോലെയുള്ള കുളങ്ങൾ, അതൊരു സ്വാഭാവികമായിട്ടുള്ള കുളങ്ങളായിരുന്നു. അത് സ്വാഭാവികമായിട്ട് മൂടപ്പെട്ടപ്പോൾ ആ വെള്ളത്തിന് ഒഴുകി പോകാൻ വഴിയില്ലാത്തതുകൊണ്ടാണ് നേരെ തമ്പാനൂർ പ്രദേശത്ത് നേരത്തെ വെള്ളക്കെട്ടുണ്ടായിരുന്നത്. അവിടെ പുതിയ ചാലുകൾ വരികയും അവിടെ നമ്മൾ സമയബന്ധിതമായി അവിടെ മാലിന്യം നീക്കാനൊക്കെ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആ വെള്ളക്കെട്ട് ഒഴിവായത്. തടസ്സങ്ങൾ നിന്നത് നമ്മൾ പിന്നെ ഓടയിനകത്ത് പല ആളുകളും തടസ്സങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നത് നീക്കി കളയാനൊക്കെ പ്രവർത്തനങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞത് വെള്ളക്കെട്ടുണ്ടായി എന്നുള്ളത് വസ്തുതയാണ്, അത് അംഗീകരിക്കാതെ ഞങ്ങൾ പോകുന്നുമില്ല. പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ വെള്ളക്കെട്ടുണ്ടാകുന്നത് അത് പരിഹരിക്കേണ്ടതാണ്. അതിന്റെ കാര്യകാരണങ്ങൾ നോക്കി തന്നെ അത് നമുക്ക് പരിഹരിക്കേണ്ടി വരും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ കുറെ കാലമായി ചെയ്യുന്ന കുറെ പദ്ധതികൾ പറയുന്നുണ്ട്, ഇതൊക്കെ ചെയ്തു എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഞാനും ഈ പറയുന്ന പാനലിസ്റ്റുകളെല്ലാം അങ്ങോട്ട് ആവർത്തിച്ച് ചോദിക്കുന്നത്, നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആണ് എങ്കിൽ എന്തുകൊണ്ട് നഗരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അങ്ങ് അപ്പോഴും അതിന് മറുപടി പറയുന്നില്ല. പകരം ചെയ്ത കാര്യങ്ങൾക്കൊക്കെ നന്ദിയുണ്ട് ശ്രീ അംശു വാമദേവൻ. ചെയ്യാത്ത കാര്യങ്ങൾ ഇവർ ചോദിക്കുന്നേ ഉള്ളൂ. ശരി, അല്ല ശരി, ഞാൻ വിചാരിച്ചു നോക്കിയത് അറിയില്ല. ശ്രീ നേമം ഷജീർ, ഇപ്പോ ജനങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ എല്ലാ കാലവും ഇങ്ങനെ തന്നെയായിരിക്കും. നമുക്ക് ഈ അർബൻ ഫ്ലഡൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് നഗരവാസികളുടെ ഒരു തലവിധിയാണ്. നേരത്തെ ശ്രീ യുവരാജ് ഗോകുൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തിരുവനന്തപുരംകാരെ അങ്ങനെ അങ്ങ് അഹങ്കരിക്കേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് ഇത് നമ്മൾ ഉള്ള കാലം അനുഭവിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് വിചാരിച്ചിരിക്കേണ്ടതുണ്ടോ, അതോ ഇതിനൊരു പരിഹാരം കാണുക എന്ന് പറയുന്നതിനൊരു ജനകീയ പ്രതിരോധം ഉയർന്നു വരേണ്ടതുണ്ടോ? നമുക്ക് ഇതിനേക്കാൾ വെള്ളക്കെട്ടുള്ള പല പ്രദേശങ്ങളും വളരെ ശാസ്ത്രീയമായി പിന്നെ ഭരണാധികാരികൾ നേരിട്ട ചരിത്രവും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒരിക്കലും തീരാൻ പറ്റാത്ത വിഷയമായിട്ടൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഇവിടെ ഇതെല്ലാം ചെയ്തു എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇപ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയധികം പദ്ധതികൾ ചെയ്തിട്ടും ഉണ്ടായില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്നാൽ പ്രത്യക്ഷമായ നിരവധിയായിട്ടുള്ള വീഴ്ചകൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല, അതെങ്കിലും കുറ്റസമ്മതം നടത്തണ്ടേ? ഈ ശുചീകരണ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള മഴക്കാല പൂർവ്വ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഫണ്ട് അനുവദിക്കുന്നതിൽ വൈകിയത് വീഴ്ചയല്ലേ? ഇത് സ്മാർട്ട് സിറ്റി പദ്ധതി എല്ലാ റോഡുകളും നിങ്ങൾ ഒരുമിച്ച് കുഴിച്ച് ഒരുമിച്ച് പൊളിച്ചതിലൂടെ ഉണ്ടായ ആ ഒരു പ്രശ്നം എന്തുകൊണ്ട് ഘട്ടഘട്ടമായി ചെയ്യുന്നില്ല എന്നുള്ള ഒരു വീഴ്ച, അത് പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ചകളല്ലേ? അതെന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല? എപ്പോൾ തീരുമെന്ന് ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് മറുപടിയില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. നിങ്ങൾ എപ്പോൾ ചോദിച്ചാലും നിരവധി മീറ്റിംഗ് വിളിക്കുന്നു, ഞങ്ങൾ ചർച്ച ചെയ്യുന്നു, അർബൻ ഫ്ലഡിനെ കുറിച്ച് വലിയ വിശകലനം നടത്തുന്നു, ഇതിനുവേണ്ടി പദ്ധതികൾ നടപ്പിലാക്കുന്നു. എവിടെയാണ് റിസൾട്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ ജനങ്ങളുടെ മുന്നിൽ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ. ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ജനങ്ങൾ മാറ്റി ചിന്തിക്കുക എന്നുള്ളതാണ്. ഇവരെ കൊണ്ട് 40 വർഷമായി ഇവരെ കൊണ്ട് ഇത് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ജനങ്ങൾ അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അതിനനുസരിച്ചുള്ള തീരുമാനം വരും തെരഞ്ഞെടുപ്പുകളിലും ഈ മറ്റു കാര്യങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം എത്രമാത്രം അവസരങ്ങൾ കൊടുത്തു. ഇതെല്ലാം ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും അതിനെ നിയന്ത്രിക്കാൻ കഴിയാതെ കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്ന ഭരണാധികാരിയല്ലേ? അതല്ലെങ്കിൽ തന്നെ തിരുവനന്തപുരം നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, മാതൃകാപരമായി നിങ്ങൾ നടപ്പിലാക്കിയ ഒരു പദ്ധതി പറയാൻ പറ്റുമോ അഭിമാനത്തോടു കൂടി? ഈ നഗരസഭ പോലും അറിയപ്പെടുന്നത് കുപ്രസിദ്ധിയുടെ പേരിലല്ലേ? നമ്മൾ എത്ര നമുക്കറിയാം, ഇല്ലാത്ത പൊങ്കാലയുടെ പേരിൽ, ഇല്ലാത്ത വാഹനത്തിൻ്റെ പേരിൽ ഇൻഷുറൻസ് എടുത്ത് തട്ടിപ്പ് നടത്തുന്നു, നിയമന തട്ടിപ്പ്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മൾട്ടി ലെവൽ പാർക്കിങ്ങിന്, അങ്ങനെ എത്രമാത്രം വിഷയങ്ങളിൽ കുപ്രസിദ്ധി ആർജിച്ച ഒരു മേയറായി അല്ലെങ്കിൽ ഒരു നഗരസഭയായി മാറിയിരിക്കുന്നു. ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു പദ്ധതി പോലും നടപ്പിലാക്കിയതായി അവകാശപ്പെടുന്നില്ല. ഇത്രയധികം പദ്ധതികൾ നിങ്ങൾ നടപ്പിലാക്കി എന്ന് പറയുമ്പോഴും ഇപ്പോൾ വെള്ളക്കെട്ടുണ്ട്. ഇവിടെ ഇരുന്ന് പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ പറയുമ്പോഴും വെള്ളക്കെട്ടാണ്. അപ്പോൾ ജനങ്ങൾ എന്താണ് വിശ്വസിക്കേണ്ടത്? നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞതാണോ വിശ്വസിക്കേണ്ടത്? കൺമുന്നിൽ കാണുന്ന വെള്ളക്കെട്ടിനെയാണോ വിശ്വസിക്കേണ്ടത്? നിങ്ങളെക്കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ് ഇതിൽ ബോധ്യപ്പെടാൻ കഴിഞ്ഞത്. പിന്നെ അതായത് ഒരു ഭരണകർത്താവ് എന്ന രീതിയിൽ പരാജയപ്പെട്ടവരായി നിങ്ങൾ മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് ദീർഘവീക്ഷണമില്ല. മിനിമം പദ്ധതി പോലും നടപ്പിലാക്കാൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോകുന്നു. നമ്മുടെ പരിസരത്തുള്ള നമ്മുടെ വീടുകളിൽ വെള്ളം കയറുമ്പോഴെങ്കിലും നമ്മൾ ചെയ്യുന്ന മിനിമം കാര്യങ്ങളുണ്ടല്ലോ, ഓട വൃത്തിയാക്കൽ, മണ്ണ് വാരൽ, അതുപോലും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ, കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ദയനീയമായി മാറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗോകുൽ, ഈ ചർച്ചയുടെ തുടക്കം മുതൽ ഇന്ന് രാവിലെ മുതൽ ഈ നമ്മുടെ സ്ക്രീനിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് തലസ്ഥാന നഗരിയുടെ ആകെ ചിത്രമാണ്. മഴ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതൊരു വേനൽ മഴ മാത്രമാണ്. മഴ യഥാർത്ഥത്തിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. അടുത്ത ആഴ്ചയോട് കൂടി ന്യൂനമർദ്ദങ്ങളൊക്കെ പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊരൊറ്റ മഴയ്ക്ക് കയറിയ വെള്ളമാണെങ്കിൽ എന്താണ് തലസ്ഥാന നഗരിയെ കാത്തിരിക്കുന്നത്? ഇത് ഒറ്റ രാത്രി കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണ് എന്നത് തെളിയിച്ചിട്ടുണ്ട് ഈ സർക്കാർ തന്നെ. നമുക്ക് ഓർമ്മയുണ്ടാകും, കൊച്ചിയിലെ വെള്ളക്കെട്ടുണ്ടായപ്പോൾ അവിടുത്തെ നഗരസഭ ഇരുട്ടിൽ നിന്നപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് അവിടെ ഒരു പദ്ധതി നടപ്പിലാക്കി. സംസ്ഥാനം അവിടെ വളരെ അംഗീകരിക്കപ്പെട്ട ഒരു പ്രവർത്തനം നടത്തിയിരുന്നു. അതായത് ചെയ്യാൻ കഴിയും എന്നുള്ളത് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ചെയ്യുന്നില്ല. മാധു, ഇതിനകത്ത് മറ്റ് ജില്ലക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ജൂണിൽ സ്മാർട്ട് സിറ്റിയുടെ പ്രോജക്റ്റ് ഏതാണ്ട് 1500 കോടി രൂപയുണ്ട്. അത് ലാപ്സ് ആവും.
2017 പാസ്സായ പ്രോജക്റ്റ് ആണ്. 2023 ഡിസംബർ വരെയും അത് വെച്ചുകൊണ്ടിരുന്നു. അതിനുശേഷമാണ് അത് തുടങ്ങിയത്. അപ്പൊ തലസ്ഥാനത്തെ പല റോഡുകളിലൂടെയും മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? കുഴിയില്ലാത്ത മറ്റു വഴികളിലൂടെ യാത്ര ചെയ്യാമെന്ന് കരുതും. ആ വഴി മുഴുവനും വെള്ളമാണ്, ആ വഴി മുഴുവനും വെള്ളക്കെട്ടാണ്. ഇതാണ് തലസ്ഥാനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം. അതായത് 5 വർഷമോ 6 വർഷമോ ആയിട്ട് നടപ്പിലാക്കേണ്ടിയിരുന്ന ഒരു പ്രോജക്റ്റിനെ 11th അവറിൽ 11ാം മണിക്കൂറിൽ കൊണ്ട് നടത്തി 5 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ നടത്താൻ ശ്രമിച്ചതിന്റെ ഒരു ഭരണ പരാജയം അല്ലെങ്കിൽ തത്വദീക്ഷ ഇല്ലാത്ത ഒരു നടപടി ഒരു വശത്ത്. മറുവശത്താണെങ്കിലോ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ശ്രീ അംശു വാസുദേവൻ ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല. ഈ മാസം ആദ്യം മുതൽ വേനൽ മഴ വരുന്നു എന്നുള്ള അലേർട്ടുകൾ കൃത്യമായി വന്നിട്ടും ഈ 15ാം തീയതി മാത്രമാണ് നമ്മുടെ കൗൺസിലർമാരുടെ അക്കൗണ്ടുകളിലേക്ക് ശുചീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് വന്നിരിക്കുന്നത്. വെറും 4 ദിവസങ്ങൾക്ക് മുൻപ് മാത്രം. അന്ന് തൊട്ട് മഴയുമാണ്, അതുകൊണ്ട് ശുചീകരണവും നടന്നിട്ടില്ല. ഇനി എന്തായാലും ഇപ്പൊ നിലവിലുള്ള ഈ മഴ കഴിയാതെ ആ ശുചീകരണം നടക്കുമെന്ന് തോന്നുന്നില്ല. അതിനു മുമ്പ് ന്യൂനമർദ്ദം എത്തും. അപ്പോഴേക്കും ഈ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിന് ഈ കുഴി എടുത്തിട്ടിരിക്കുന്ന കുഴികൾ മുഴുവൻ അപ്പോൾ അങ്ങനെ തന്നെ നിലനിൽക്കും. വരാൻ പോകുന്ന ദുരിതം പിടിച്ച കാലഘട്ടമാണ്. എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്കറിയില്ല. പുറത്തിറങ്ങുന്നവർ ജീവൻ കയ്യിൽ പിടിച്ച് തലസ്ഥാന നഗരിയുടെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയുള്ള ഇടപെടൽ. സമയം നമുക്ക് പിന്നെ യുവരാജും സജീറും അറിയാൻ വേണ്ടി പറയാണ്, ഈ ഫണ്ട് വന്നത് 2 ദിവസമാണെന്ന് കുറെ നേരം ആവർത്തിച്ചുകൊണ്ട് മറുപടി പറയാണ്. നിങ്ങളുടെ MR ഗോപന്റെ വാർഡിൽ പൊന്നുമംഗലത്ത് നടന്ന വർക്കുകൾ, കഴിഞ്ഞ 3 ആഴ്ചയായി നടക്കുന്ന വർക്കുകൾ ഫണ്ട് വന്നിട്ടാണ്. അഡ്വാൻസ് ചെയ്തുകൊണ്ട് പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നീട് അങ്ങ് പറഞ്ഞ 15ാം തീയതിയാണ് ഫണ്ട് എത്തിയെങ്കിലും അതിനു മുൻപ് പണം അലോക്കേറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ശരി 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 എന്തായാലും ഈ പറയുന്ന അവകാശവാദങ്ങൾ വളരെ പെർഫെക്റ്റ് ആണെന്നുള്ള ആത്മവിശ്വാസം, അതിനൊക്കെ അപ്പുറത്ത് ജനങ്ങളുടെ വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ അഭിസംബോധന ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ വരും മഴക്കാലം ദുരിതമായിരിക്കും തലസ്ഥാനത്ത്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്ക്.